ആമേൻ. ഓക്കെ, നമ്മുടെ ഈ ഡിപ്ലോമ കോഴ്സിന്റെ ഫൈനൽ ക്ലാസ്സിലെത്താൻ ദൈവം നമ്മെ സഹായിച്ചു. ഏറ്റവും അവസാനത്തെ ക്ലാസ് ആണ് ഇന്ന്. നവംബറില് ഐ തിങ്ക് പോൾ സാറ് പറഞ്ഞ അനുസരിച്ച് 3rd വീക്കിലായിരിക്കും നിങ്ങളുടെ എക്സാം ആണല്ലോ. അപ്പം നിങ്ങളുടെ നോട്ട്സ് ഞാൻ തരാം, ഒരാഴ്ചയ്ക്ക് മുമ്പ് നിങ്ങളുടെ കയ്യിലെത്തും. മീൻസ് നവംബർ 9-ാം തീയതി 10:30 കഴിഞ്ഞേ ഞാൻ ഫ്രീ ആവുള്ളൂ. അതുകൊണ്ട് ആ 9, 10, 11 ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ നോട്ട്സ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലെത്തും 3 ദിവസത്തിനകം. അപ്പം 3rd വീക്കിലെ എക്സാം കാണുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട. ഒരാഴ്ച മൊത്തം ഇരുന്ന് വായിക്കാൻ വേണ്ടി ഒന്നുമില്ല ഈ സെമസ്റ്ററിലെ. കാരണം ഒരു ഡീപ് സ്റ്റഡി അല്ല, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരു അവലോകനം മാത്രമായതുകൊണ്ട്. അത് മാത്രമല്ല, ഒത്തിരി എന്താ പറയുന്നത്, ഓഫറുകളുണ്ട് ഈ പ്രാവശ്യത്തെ എക്സാമിനേഷന്. പോസിബിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നിങ്ങളുടെ ആൻസർ ഷീറ്റിന്റെ പുറകിൽ എഴുതിയേക്കാം. ആ കോപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ അത് നോക്കി പഠിച്ചാൽ മതിയാകും. അതിന്റെ അകത്ത് നിന്ന് പോസിബിൾ, അതെല്ലാം ചോദിക്കുമെന്നല്ല, അതിന്റെ അകത്ത് നിന്ന് ചോദിക്കും ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി വറീഡ് ആകേണ്ട കാര്യമില്ല. പരീക്ഷ ഓർത്ത് ഈസി ആയിരിക്കും, ഈസി മെത്തേഡ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് ടൈം ആണ് കിട്ടുന്നത്. സോ എന്താ പറയുന്നേ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട, ആകുലത വേണ്ട എക്സാമിനേഷനെ കുറിച്ച് എസ്പെഷ്യലി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ ഈ ബിജിസിലെ മീൻസ് ഈ കോഴ്സിന്റെ അവസാനത്തെ ക്ലാസ് ആണ്. നെറ്റ് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓപ്പൺ ആക്കാഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാമിനേഷന് ഞാൻ ആഗ്രഹിക്കുന്നു, ഇവിടുത്തെ പ്രകൃതിയൊക്കെ അനുകൂലമാണെങ്കിൽ വീഡിയോ ഓപ്പൺ ചെയ്ത് എല്ലാവർക്കും പരസ്പരം കാണാം, ബൈ പറയാം. അതിനൊക്കെ ഒരു അവസരം നമുക്ക് അന്ന് കിട്ടും. അതുകൊണ്ട് പരീക്ഷ കഴിയുന്നിടം വരെ എനിക്ക് ചുമതലയുണ്ടല്ലോ, ഉത്തരവാദിത്തമുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എങ്കിലും ഒരു പ്രത്യേക ചുമതലയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് കൊലോസ്യ ലേഖനത്തിലെ പോളൈൻ ഓതർഷിപ്പിന്റെ എതിരെയുള്ള ആർഗ്യുമെന്റ്സിനെ കുറിച്ചൊക്കെയാണ് അല്ലേ. അത് കഴിഞ്ഞു. നോട്ട്സ് പ്രോപ്പറായിട്ട് ഞാൻ എത്തിക്കും നിങ്ങളുടെ കയ്യിൽ കേട്ടോ, അതിനെ കുറിച്ച് വിഷമിക്കേണ്ട. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കഴിഞ്ഞ സെമസ്റ്ററിലെ എക്സാമിന്റെ മാർക്ക് വാങ്ങിച്ചു തരും. അതിനെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുകയേ വേണ്ട. ഓക്കെ, കം ബാക്ക് ടു അവർ സ്റ്റഡീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കൊലോസ്യ ലേഖനം പൗലോസാണ് എഴുതിയത് എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്തു. അതിനെതിരെയുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ട്, അതിനത്ര വിലയില്ല എന്ന് തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിൽ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഈ കൊലോസ്യ ലേഖനത്തിന്റെ ഉദ്ദേശം. പ്രധാനമായ 4 ഉദ്ദേശങ്ങളാണ് പൗലോസ് ഈ കൊലോസ്യ ലേഖനം എഴുതുവാനായിട്ടുണ്ടായത്. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനത്തിലെ ക്രിസ്റ്റോളജി, ക്രിസ്തുശാസ്ത്രം എന്താണെന്ന് അതൊക്കെ ചുരുക്കമായിട്ട് ജസ്റ്റ് ഒരു അവലോകനമായതുകൊണ്ട്. എന്നിട്ട് നമ്മൾ വേഗത്തിൽ ഫിലേമോന് പൗലോസ് എഴുതിയ ലേഖനത്തെ കുറിച്ച് അത്യന്താപേക്ഷിതമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും കൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ പൗലോസ് കൊലോസ്യയിലെ വിശ്വാസികൾക്ക് ഈ ലേഖനം എഴുതുവാൻ പ്രധാനമായും 4 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ കാരണം കൊലോസ്യ വിശ്വാസികളെ വിശ്വാസത്തിലും ക്രിസ്തീയ ജീവിതത്തിലും ഉറപ്പിക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. എന്താണ്? കൊലോസ്യയിലെ വിശ്വാസികളെ വിശ്വാസത്തിലും ക്രിസ്തീയ ജീവിതത്തിലും ഉറപ്പിക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പം കാരണം നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ പഠനത്തില് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പൗലോസ് അവരെ നേരിട്ട് കണ്ടിട്ടില്ല ആദ്യം ഈ ലേഖനം എഴുതുന്നതിന് മുൻപ്. പക്ഷെ പൗലോസിന് ആ സഭയെ കുറിച്ച് തീക്ഷ്ണമായ താല്പര്യവും ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെ വിശ്വാസത്തിലും ക്രിസ്തീയ ജീവിതത്തിലും
ഉറപ്പിക്കുവാൻ പൗലോസിനൊരു ആത്മീയമായിട്ടുള്ളൊരു വലിയ ഉത്തരവാദിത്തം പൗലോസിൽ നിക്ഷിപ്തമായിരുന്നു. അതുകൊണ്ടാണ് താൻ ഈ ലേഖനം എഴുതിയത്. അപ്പൊ അവരുടെ ആത്മീയ വളർച്ചയിൽ പൗലോസിന് നല്ല വ്യഗ്രതയുണ്ടായിരുന്നു, മീൻസ് ആൻസൈറ്റി ഉണ്ടായിരുന്നു. അവര് ആത്മീയമായിട്ട് വളരണം എന്നുള്ള കാര്യത്തില്. ഇന്നത്തെ കാലഘട്ടത്തിലെ ലീഡർഷിപ്പിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു പൗലോസിന്റെ കാലഘട്ടത്തിലെ ക്രിസ്തീയ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ലീഡർഷിപ്പ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ? വിശ്വാസികളുടെ ഭൗതിക നേട്ടങ്ങളായില്ലേ? സത്യസന്ധമായിട്ട് നിങ്ങൾ എന്നോടൊന്ന് പറ, അല്ലെങ്കിൽ ഞങ്ങൾ ഒപ്പോസ് ചെയ്യുന്നെന്ന് ധൈര്യത്തോടെ പറ. ഇന്നത്തെ കാലഘട്ടത്തിൽ മിനിസ്റ്റേഴ്സിന്, പാസ്റ്റേഴ്സിന്, ചർച്ച് ലീഡേഴ്സിന് അവർ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യുന്ന എന്തിനാ? ഭൗതിക വളർച്ചയ്ക്ക്. അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അത് വേണം. ഓഫ് കോഴ്സ് വി നീഡ് മണി, we need development in financial status, that's true, but അവരുടെ ചിന്തയിൽ ബാലൻസ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് കുഴപ്പം. ഭൗതികമായ നന്മകളും ഉയർച്ചകളും അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് വേണം, അത് മാത്രം നമ്മുടെ കാഴ്ചപ്പാടാകരുത് എന്നാണ് ഞാൻ പറയുന്നത്. അത് മാത്രം നമ്മുടെ കാഴ്ചപ്പാടാകരുത്. അതാണ് ഇന്നത്തെ ലീഡർഷിപ്പിന്റെ വ്യത്യാസവും ആദിമ നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ലീഡർഷിപ്പിന്റെ വ്യത്യാസവും. പൗലോസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അവരുടെ ആത്മീയ വളർച്ചയിൽ പൗലോസിന് ഭയങ്കര വ്യഗ്രത. പൗലോസ് സത്യത്തിൽ ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്നത് പോലെയാണ് ദൈവസഭകൾക്ക് വേണ്ടി ഭാരപ്പെട്ടിട്ടുള്ളത്. പൗലോസിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും കാതലായ കാര്യം എന്ന് പറയുന്നത് ആത്മാക്കളെ നേടിക്കളഞ്ഞിട്ട് പോകുക എന്നുള്ളതല്ല, നേടിയവരെ ഉറപ്പിച്ച് നിർത്തുന്നതിൽ പൗലോസിന് ഭയങ്കര തീഷ്ണതയായിരുന്നു. He has a zealous in that area. ഇന്നെല്ലാരും ഒരു ട്രാക്ട് കൊടുത്തോ, പ്രാർത്ഥിച്ചോ, സുവിശേഷം പറഞ്ഞോ, പിന്നെ അല്ലെങ്കിൽ ഒരു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സൗഖ്യമാക്കി അവർ ദൈവകൃപയിലേക്ക് നേടാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഒരു ആത്മാവിനെ മുൻപോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ നർച്ചർ ചെയ്യണം എന്നുള്ള കാര്യത്തില് വലിയ ഉത്തരവാദിത്വം ഒന്ന് മെജോറിറ്റി ഓഫ് ലീഡേഴ്സ്, പാസ്റ്റേഴ്സ്, ദേ ഡോണ്ട് ഹാവ്. ഞാൻ അക്യൂസ് ചെയ്യുവല്ല അവരെ. ദാറ്റ് ഈസ് വാട്ട് ഐ എം സീയിങ് ഇൻ ക്രിസ്ത്യൻ റിലം, എസ്പെഷ്യലി പെന്റക്കോസ്റ്റൽ റിലം. നിങ്ങൾ എന്നോട് എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അറിയുന്ന, അനുഭവിക്കുന്ന ചില സത്യങ്ങളാണ് നിങ്ങളോട് ഈ രാത്രി ഞാൻ പറയുന്നത്. പൗലോസിന്റെ ഒക്കെ കാലഘട്ടത്തില് ഒരാത്മാവിനെ നേടിക്കഴിഞ്ഞാൽ അവരുടെ ആത്മീയ വളർച്ച, അവരിൽ വിശ്വാസം എത്രമാത്രം ഉണ്ട്, അവർ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലാണോ, അവരുടെ സഭയിലെ കൂട്ടായ്മയിൽ അവർ ആക്റ്റീവ് ആണോ, അവരുടെ ജീവിതത്തിൽ എന്താ പ്രശ്നം എന്നൊക്കെ അറിയാനുള്ള ആ ഒരു വ്യഗ്രത അന്നത്തെ ലീഡർഷിപ്പിന് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി പോളിന്റെ ലീഡർഷിപ്പിന് ഉണ്ടായിരുന്നു. അപ്പം കൊലോസ്യയിലുള്ള വിശ്വാസികൾ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും ക്രിസ്തീയ ജീവിതത്തിൽ ഉറപ്പിക്കുവാനും പൗലോസ് വ്യഗ്രത കാണിച്ചിരുന്നു. അതുകൊണ്ടാണ് കൊലോസ്യർക്ക് പൗലോസി ലേഖനം എഴുതിയത്. ഞാൻ ഇതിന്റെ ബേസിൽ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞൊരു ആത്മാവിനെ നേടിയാൽ, ഇവൻ നിങ്ങളുടെ മക്കളായിരിക്കട്ടെ, ഭർത്താവായിരിക്കട്ടെ, ഭാര്യയായിരിക്കട്ടെ, നിങ്ങളുടെ കസിൻസോ നിങ്ങളുടെ അയൽവക്കത്തുള്ളവരോ ആയിരിക്കട്ടെ, ഒരാത്മാവിനെ നിങ്ങളുടെ ശുശ്രൂഷയിൽ കൂടി നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ, ഒരാത്മാവിനെ നേടി എന്ന് പറഞ്ഞ് പിന്നെ അടുത്ത എന്ന് പറഞ്ഞ അതൊക്കെ പിന്നെ ഫൊർഗോട്ട് ചെയ്യുന്ന, മറന്നു പോകുന്ന ഒരു അനുഭവത്തിൽ ഒരിക്കലും എന്നെ കേൾക്കുന്ന നിങ്ങൾ വരരുത്. അവർക്ക് വേണ്ടി ജാഗരിക്കണം, പ്രാർത്ഥിക്കണം. കാരണം ക്രിസ്തുവിൽ അവരെ ഉറപ്പിച്ചതും ക്രിസ്തുവിലേക്ക് അവരെ നയിച്ചതും നിങ്ങളായതുകൊണ്ട്, ദൈവമാണ് നിങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ഓരോ നിമിഷത്തെയും, ഓരോ മണിക്കൂറിലെയും, ഓരോ ദിവസത്തെയും ആത്മീക വളർച്ചയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കും എനിക്കും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടി ഒന്ന്. ടീച്ചറെ ഒരു കാര്യം ചോദിക്കട്ടെ? എന്തോ കാര്യം ചോദിക്കട്ടെ? യെസ്. ഇപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന
അപ്പോസ്തലന്റെ ആത്മാക്കളെ കുറിച്ചുള്ള ആ കാഴ്ചപ്പാടും ഇപ്പോ ആത്മാക്കളെ നേടിക്കഴിഞ്ഞതിന് ശേഷം അവർ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പൗലോസിന്റെ വ്യഗ്രത. Yeah. അപ്പൊ തന്നെ ഈ കാലഘട്ടത്തില് ഈ 3 വർഷം കൂടുമ്പോഴുള്ള ഈ ദേവദാസന്മാരുടെ സഭയിൽ നിന്നുള്ള സ്ഥലം മാറ്റം ഇന്നത്തെ സിസ്റ്റവും തമ്മില് എങ്ങനെ ഇത് നമുക്ക് താരതമ്യം ചെയ്യാനായിട്ട് പറ്റും? ഇന്നത്തെ പഴയ ആദിമ നൂറ്റാണ്ടിലെ സഭാ നേതൃത്വം, സഭയുടെ ഭരണം എൻറ്റയർലി ഡിഫറെന്റ് ടൈപ്പ്. ഇപ്പൊ ആത്മീയതയ്ക്കല്ല പ്രാമുഖ്യം കൊടുക്കുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞങ്ങളുടെ ക്ലാസ്സസിലൊക്കെ തീക്ഷ്ണമായ ചർച്ചകൾ നടത്തുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഇപ്പൊ എന്നോട് ചോദിച്ചത്. ഞാൻ അതിനെ ബേസ് ചെയ്തൊരു തീസിസ് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ സഭാ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള അത് കർത്താവ് അനുവദിച്ച് ഞാൻ ചെയ്താല് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യാം, അതിന്റെ പ്രസക്ത ഭാഗങ്ങള്. കാരണം ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒത്തിരി പൊളിറ്റിക്സ് ഇല്ലേ അതിൻ്റെ അകത്ത് ഇന്നത്തെ ചർച്ചില്. അതൊക്കെ ചർച്ച ചെയ്യാൻ പോയ ഇന്ന് നമ്മുടെ അവസാനത്തെ ക്ലാസ് ഇത് തീരത്തില്ല, നമ്മുടെ സബ്ജക്ട്. ടീച്ചറെ, ഞാൻ അതിന്റെ രാഷ്ട്രീയം അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു ആത്മാക്കളെ നമ്മൾ സഭയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹത്തില് ആ ദൈവദാസൻ ഈ വിശ്വാസികളെ ഉറപ്പിക്കുവാനുള്ള ഒരു സമയം ആ ദൈവദാസന സഭയില് കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ. ആത്മാക്കളെ നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തോ ഉത്തരവാദിത്തമില്ലേ അവരെ കുറിച്ച്? ഹൃദയത്തിൽ ഒരാത്മാവിനെ നേടുന്ന വ്യക്തിക്ക് മാത്രമേ അതിന്റെ നൊമ്പരം അറിയത്തുള്ളൂ, അല്ലേ? ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീക്ക് മാത്രമേ അതിന്റെ പെയിൻ അറിയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഒരാത്മാവിനെ നേടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിന്റെ ആ പെയിൻ അറിയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ നേതൃത്വം എങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി തന്നാലും നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അവരുണ്ടാകണം. ആ നിലയിലെ അത് മേക്കപ്പ് ചെയ്തു പോവാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റുള്ളൂ. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? അത് മനസ്സിലായി. പക്ഷെ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഈ പൗലോസ് അപ്പോസ്തലന്റെ കാലത്ത് ആത്മാക്കളെ നേടിയിട്ട് അതായത് സഭകളിലെ മൂപ്പന്മാരെ ആക്കി വെച്ച് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ മൂപ്പന്മാര് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ അപ്പോസ്തലനെ സമീപിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇന്നത്തെ അങ്ങനെ ഒരു നേതൃത്വത്തെ സമീപിക്കത്തക്ക രീതിയില് ഒരു പരിഹാരം, അതല്ലെങ്കിൽ ഈ മൂപ്പന്മാരെ ആക്കി വെക്കുന്ന ഒരു സിസ്റ്റം, അത് സ്ഥലം ഇല്ലാതെ മൂപ്പന്മാരെ ആക്കി വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പണ്ട്. അതായത് ആദിമ ഈ കാലഘട്ടത്തില് അതിന്റെ ഒരു പോരായ്മയാണോ ഇതിനൊരു ഈ അപാകതയ്ക്ക് കാരണം? അല്ല, ഇന്ന് രക്ഷിക്കപ്പെടുന്നവർക്ക് അതത് സ്ഥലങ്ങളിൽ സഭകളിൽ പാസ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഈ പാസ്റ്റേഴ്സ് നേടിയ പാസ്റ്റേഴ്സ് അത് കഴിയുമ്പോ സ്ഥലം മാറി പോവല്ലേ? അവര് പോയേ പറ്റൂ. ഇന്നത്തെ വ്യവസ്ഥിതി അത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ. ഇന്നത്തെ വ്യവസ്ഥിതിയിൽ അതാണ് അവർ വെച്ചിരിക്കുന്നത്. അങ്ങനെ ട്രാൻസ്ഫർ ആയി പോകുമ്പോഴത്തേനെ അതാണ് ഞാൻ ഇപ്പൊ ഈ തൊട്ട് മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. ഒരാത്മാവിനെ നേടുന്ന വ്യക്തിക്ക് അതിന്റെ പെയിൻ അറിയൂ. അപ്പൊ അവരെ ഉറപ്പിക്കാൻ നിങ്ങൾ എത്രയും കാലഘട്ടം അവിടെ ആ സഭയിലായിരിക്കുന്നു അത്രയും കാലം നിങ്ങൾ ആ ശുശ്രൂഷ ചെയ്യൂ. അതിനുശേഷം വേറൊരു സഭയിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ ചെയ്യാൻ ഒക്കുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ. അവരെ ഹൃദയത്തിൽ വഹിച്ച് പ്രാർത്ഥിക്കുക, അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടത് ചെയ്യുക. പിന്നെ എക്സ് ഓർ വൈ ഒരു പാസ്റ്റർ സഭയിൽ നിന്ന് സ്ഥലം മാറിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ദൈവദാസനും ചെയ്യുന്ന ശുശ്രൂഷ എന്തെന്ന് ചോദിച്ചാല് അവിടെയുള്ള ആത്മാക്കളുടെ, വിശ്വാസികളുടെ ആത്മീക ഉന്നതിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി അവരും ഉപദേശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അധ്വാനിക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് ഗോയിങ് ഓൺ നൗഡേയ്സ്. അതേ നമുക്ക് പറയാൻ പറ്റൂ ഇന്നത്തെ സാഹചര്യത്തില്. പിന്നെ വളരെ റയറായിട്ട് അസംബ്ലി സഭകളിലുണ്ട്, എനിക്ക് മറ്റു സഭകളുടെ ആരും അറിയത്തില്ല,
വളരെ റയറായിട്ടുള്ള വ്യക്തികളുണ്ട്. 10, 28, 30 വർഷമൊക്കെ ഒരു ഒറ്റ സ്ഥലത്ത് ശുശ്രൂഷയിലിരുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിലെ മിനിസ്റ്റേഴ്സിനെ എനിക്കറിയാം. ഇവിടെ കമ്പൽസറി അല്ല മാറ്റുക എന്നുള്ളത്, പക്ഷെ ഒരു സിസ്റ്റം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ദീർഘവർഷങ്ങള് ശുശ്രൂഷ ചെയ്ത ദൈവദാസന്മാരുണ്ട്. ഇന്നെല്ലാം വചനത്തിന് അല്ലല്ലോ ബേസ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നേ, ഭൗതികത്തിനാണ്. ഭൗതിക അഭിപ്രായങ്ങൾക്കാണ് ഇന്ന് സഭ ഏറ്റവും ലീഡർഷിപ്പ് മുൻതൂക്കം കൊടുക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ ഒരാത്മാവിനെ നേടിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബർത്ത് കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ പെയിൻ അറിയും. അതുകൊണ്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കൂ. നിങ്ങളാൽ ആവോളം കർത്താവിന്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി ജാഗരിക്കൂ, അവരുടെ വിവരങ്ങൾ അറിയൂ, ഒക്കെ ചെയ്യാം. പക്ഷെ ഇന്ന് അതിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരു സഭയിൽ നിന്ന് ഒരു പാസ്റ്റർ ട്രാൻസ്ഫർ ആയി പോയാൽ പിന്നീട് ആ സഭ വിസിറ്റ് ചെയ്യുകയോ കുടുംബങ്ങളെ വിസിറ്റ് ചെയ്യുകയോ ചെയ്യാൻ അനുവാദവുമില്ല. ഞങ്ങളുടെ സമൂഹ അവർ ആത്മാവിൽ ഐക്യത പുലർത്തിയിരുന്നവരാ. ഇന്ന് അങ്ങനെയാണോ? സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ. നിങ്ങളുടെ കണ്ണുനീരിൽ പ്രാർത്ഥനയിൽ കൂടോ സുവിശേഷം പങ്കുവയ്ക്കൽ കൂടോ ഒരു ട്രാക്ട് കൊടുത്തോ, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യമായി അവരൊക്കെ ദൈവകൃപയിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അവർക്ക് വേണ്ടി നാം ഇടിവിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് കരയുക, പ്രാർത്ഥിക്കുക. കാരണം നിങ്ങളിൽ കൂടി ദൈവം അത് പ്രവർത്തിച്ചെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വവും ദൈവം തന്നിട്ടുണ്ട്. അത്രയും ചിന്തിച്ചാൽ മതി. അതായിരിക്കും ഏറ്റവും കരണീയം ഇന്നത്തെ കാലഘട്ടത്തിൽ. നിങ്ങളിൽ കൂടി നേടിയ ഒരു ആത്മാവിന്റെ ഒരു വ്യക്തി നിങ്ങളിൽ കൂടി, നിങ്ങളുടെ ശുശ്രൂഷയിൽ കൂടി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ അവകാശം ദൈവം നിങ്ങൾക്കാ തരുന്നത്, വേറൊരാൾക്ക് കൊടുക്കില്ല. ദൈവം നീതിയുള്ളവനാ എപ്പോഴും. മനുഷ്യൻ മാനവും മഹത്വം എടുക്കാൻ വേണ്ടി പലതും ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതിലോട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ പോവല്ല. വചനം എന്ത് പഠിപ്പിക്കുന്നു നമ്മൾ അതിനനുസരിച്ച് ബി ഡിഫറെന്റ് ഇൻ ദിസ് ജനറേഷൻ. അതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ തലമുറയിൽ നമ്മൾ വ്യത്യസ്തരായിരിക്കണം. എസ്പെഷ്യലി BTC ഗ്രൂപ്പ്. അതെന്റെ വലിയൊരു പ്രാർത്ഥനയാണ്. ഒരുപക്ഷെ വലിയ തിയോളജിക്കൽ ഡിഗ്രിയോ അല്ലെങ്കിൽ ഭയങ്കര സ്റ്റേജ് ചാൻസസ് ഒന്നും നമുക്ക് ലഭിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ, നമ്മളെ ദൈവം ഏൽപ്പിച്ച ചെറിയ പ്രവൃത്തിയാണെങ്കിൽ ദൈവം വലിയ കാര്യങ്ങൾ മാത്രമല്ല നോക്കുന്നത് കേട്ടോ. നിങ്ങൾ ഒരു മനുഷ്യനും അറിയാതെ നിങ്ങൾ രഹസ്യത്തിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പോലും ദൈവം വാല്യൂ ചെയ്യുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്നു. പുറമെ മറ്റുള്ളവർ നോക്കപ്പെടുത്ത വലിയ ആത്മീയതയുടെ പ്രകടനങ്ങളോ നാട്യങ്ങളോ വലിയ ബാനറോ വലിയ പ്രശസ്തിയോ ഒന്നും എന്റെയോ നിങ്ങളുടെയോ പേരിലില്ലെങ്കിൽ പോലും നിങ്ങൾ രഹസ്യത്തിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് ഒക്കെ വാല്യൂ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. അത് മറക്കണ്ട. അത് 100% ഗ്യാരണ്ടി ഉള്ള കാര്യം. സോ ഇവിടെ പറയുന്നത് പൗലോസ് അവരെ കുറിച്ചുള്ള ചിന്തയിൽ, വ്യഗ്രതയിൽ അവരെ വിശ്വാസത്തിൽ ഒന്ന് ഉറപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് കൊലോസി സഭയിലെ ചില ദുരുപദേശങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഫോൾസ് ടീച്ചേഴ്സ് അവിടെ ഈ വിശ്വാസികളുടെ ഇടയില് അവരെ ജ്ഞാനമതക്കാരെന്ന് അറിയപ്പെടുന്നത് നോസ്റ്റിക്സ്, GNOSTICS, നോസ്റ്റിക്സ് ജ്ഞാനമതക്കാരെന്ന് പറയും. അപ്പൊ അവര് പറയുന്നത്, ഈ ജ്ഞാനമതക്കാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് എല്ലാ മനുഷ്യരിലും ദൈവത്തിന്റെ ഒരു കണികയുണ്ട്. ദ ഹൈസ്റ്റ് ഗുഡ് ഓർ ഡിവൈൻ സ്പാർക്ക്.
എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്നാണ് ഈ ജ്ഞാനമതക്കാര് പറയുന്നത്. ഈ ദൈവത്തിന്റെ കണം അല്ലെ ആ ദൈവിക സാന്നിധ്യം ഓരോ മനുഷ്യരിൽ നിന്നും അഭൗമികമായ ഒരു മണ്ഡലത്തിൽ നിന്നാണ് ഭൂമിയിലേക്ക് വന്നത് എന്ന് അവർ വാദിക്കുന്നുണ്ട്. അപ്പൊ അവർ യേശുവിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവര് പറയുന്നത് യേശു ഒരു സുപ്രീം ബീങ് ആണ്. ഒരു എന്താ പറയുന്നത്, അതിന്റെ പ്രോപ്പർ മലയാളം വേർഡ് എന്താ എനിക്കറിയത്തില്ല. യേശു ഒരു സുപ്രീം ബീങ് ആണ്. അത് ഇൻകാർണേറ്റ് ജഡത്തിൽ അവതരിച്ച എന്തിനാണെന്ന് ചോദിച്ചാല് ജ്ഞാനം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ അവതരിച്ചത് എന്നാണ് അവരുടെ പഠിപ്പിക്കല്. അവര് പറയുന്നത് യേശു എന്ന് പറയുന്നത് തികച്ചും ഒരു ഹ്യൂമൻ ബീങ് ആണ്, ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അപ്പൊ ഈ ഇങ്ങനെ തെറ്റായ കുറെ പഠിപ്പിക്കലുകൾ കൊലോസ്യ സഭയിൽ വ്യാപിച്ചപ്പോൾ അതിനെതിരെ അവിടെയുള്ള വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാണ് പൗലോസ് കൊലോസ്യർക്ക് ഈ ലേഖനം എഴുതിയത്. അപ്പം ഈ ജ്ഞാനമതക്കാർ പറയുന്നത് നോസ്റ്റിസിസം പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് യേശു തികച്ചും ഒരു മിയർലി ഹ്യൂമൻ ബീങ് ആണ്, ഒരു മനുഷ്യനാണ്. അപ്പം ജ്ഞാനം ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് യേശു ഇൻകാർണേറ്റ് ജഡത്തിൽ അവതരിച്ചത്. അങ്ങനെ ഈ ജ്ഞാനം തന്റെ ശിഷ്യന്മാരെയും പഠിപ്പിച്ചു എന്നാണ് നോസ്റ്റിക്സ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുവാൻ പൗലോസ് ഈ ലേഖനം എഴുതി. അതാണ് രണ്ടാമത്തെ റീസൺ. ഒന്നാമത് അവരെ വിശ്വാസം ഉറപ്പിക്കുവാൻ വേണ്ടി, രണ്ടാമത് ജ്ഞാനമതക്കാരുടെ ദുരുപദേശങ്ങളിൽ നിന്ന് ഇവരെ രക്ഷിക്കുവാൻ വേണ്ടി, ശരിയായ വചനത്തിന്റെ സത്യങ്ങളെ അവരെ ഗ്രഹിപ്പിക്കുവാൻ വേണ്ടി, ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ ഈ കൊലോസ് ലേഖനം ഒരു ചെറിയ ലേഖനമാണെങ്കിലും പല ആവർത്തി നിങ്ങളത് വായിക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിരിക്കും. കാരണം ഇതിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ പഠിപ്പിക്കല് മറ്റുള്ള എല്ലാ ലേഖനങ്ങളിലും ഉള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ചെറിയ ലേഖനമായ കൊലോസ് ലേഖനത്തില് ഉണ്ട്. നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്തീയ വളർച്ചയ്ക്ക് ഒത്തിരി അനുഗ്രഹമാകും. ഇവിടെ ഈ ജ്ഞാനമതക്കാരും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ജ്ഞാനമതക്കാര് ഒന്നിലധികം ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്. ഈ നോസ്റ്റിക്സ് ഡ്യുവലിസ്റ്റ് ആണ്. അവർ രണ്ടിൽ പരം ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്. പക്ഷെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞതോ ഏക സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്നവരും. പക്ഷെ ഈ ജ്ഞാനമതക്കാർ അജ്ഞതയെ അകറ്റണം എന്നതാണ് അവരുടെ പരമപ്രധാനമായ ലക്ഷ്യം. അന്ധത, അജ്ഞത, ഇഗ്നറൻസ്. ദേ ഫോക്കസ്ഡ് ഓൺ ഇറാഡിക്കേഷൻ ഓഫ് ഇഗ്നറൻസ്. അജ്ഞാനത്തെ, അന്ധതയെ അകറ്റിക്കളയുവാൻ വേണ്ടിയാണ് അവർ ആ കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ക്രിസ്ത്യാനിറ്റി ഫോക്കസ് ചെയ്യുന്നത് ഇറാഡിക്കേഷൻ ഓഫ് സിൻ, പാപത്തിൽ നിന്ന് ജനത്തെ എങ്ങനെ മോചിപ്പിച്ചെടുക്കാം, അതാണ് ക്രിസ്ത്യാനിറ്റി ഫോക്കസ് ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പഠിപ്പിക്കുവാൻ മുതിരുന്നില്ല. കാരണം നമ്മളുടെ ആ സബ്ജക്റ്റിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനെ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുവാൻ മൂന്നാമത്തെ കാരണം ഞാൻ രണ്ടാമത്തെ കാരണം പറഞ്ഞല്ലോ, ദുരുപദേശക്കാരിൽ നിന്ന് അവരെ രക്ഷിക്കേണ്ടതിന് വേണ്ടി. മൂന്നാമത്തെ കാരണം ക്രിസ്തുവിനെ കുറിച്ച് അവ്യക്തമായ തെറ്റായ പഠിപ്പിക്കലുകൾ ഈ നോസ്റ്റിക്സ് കൊടുക്കുമ്പോൾ അവരുടെ മുൻപിൽ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ സമുന്നതവും സർവപ്രധാനവുമായ നില ഉയർത്തി കാണിക്കുവാനാണ് ഈ ലേഖനം എഴുതിയത്. അതാണ് ഞാൻ മുൻപേ പറഞ്ഞത്. കൊലോസ് ലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ പ്രാധാന്യതയെ കുറിച്ചും എല്ലാം സവിസ്തരം പൗലോസ് പ്രബോധിപ്പിക്കുന്നതിന്റെ കാരണം
കൊലോസിയയിലുള്ള ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുന്നതിന് വേണ്ടിയാണ്. ക്രിസ്തുവിന്റെ വ്യക്തിത്വവും സമുന്നത പദവിയും ഒക്കെ ഉയർത്തി കാണിച്ചാണ് പൗലോസ് കൊലോസ് ലേഖനം എഴുതിയിട്ടുള്ളത്. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു. കൊലോസ്യർ 1:16. അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ഹീസ് ദ ക്രിയേറ്റർ എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നോസ്റ്റിക് മതം പറയുന്നു വെറും ഒരു ഹ്യൂമൻ ബീങ് ആണ് ക്രിസ്തു എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഇവിടെയുള്ള വിശ്വാസികളുടെ ആ വിശ്വാസത്തിന്റെ ഉറപ്പ് അത് ശിഥിലമാക്കുവാൻ വേണ്ടി ദുരുപദേഷ്ടക്കാർ ഇങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ ഇവിടുത്തെ ജനത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് അങ്ങനെയല്ല. യേശുക്രിസ്തുവാണ്. ഹീസ് ദ ക്രിയേറ്റർ. അവൻ മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത് എന്നുകൊണ്ട് പൗലോസ് തെളിയിക്കുകയാണ്. ക്രിസ്തുവിന്റെ മഹാത്മ്യം വിവരിക്കുന്ന ഒരു ലേഖനമാണ് കൊലോസ് ലേഖനം. സഭയുടെ ശിരസ്സാണ്. 18-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. സഭയുടെ ശിരസ്സാണ് കർത്താവ്. അപ്പം സാധാരണ ഒരു മനുഷ്യന് അത് സാധിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യന് സഭയുടെ തലയായിരിക്കാൻ പറ്റുമോ? ഒക്കത്തില്ല. ഇപ്പൊ നോസ്റ്റിക് ടീച്ചിങ്ങിനെതിരെ പൗലോസ് ശക്തിയുക്തം തന്റെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരണങ്ങൾ, പ്രസ്താവനകൾ കൂടെ അവരുടെ ടീച്ചിങ്സ് ആബ്സല്യൂട്ട്ലി റോങ് എന്ന് പൗലോസ് ഇവിടെ കൊലോസിയിലെ വിശ്വാസികൾക്ക് വരച്ചു കാണിക്കുകയാണ്. ഇനി 19-ാം വാക്യം, അവരിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് ഇഷ്ടം തോന്നി. അപ്പൊ അത്രയും ഈ പാപമംഗലമായ മാനവജാതിയുടെ അനുഭവത്തിൽ നിന്ന് സകലത്തെയും പിതാവായ ദൈവത്തോട് നിരപ്പിക്കുവാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതാണ്. അല്ലാതെ യേശുക്രിസ്തു ഒരു ഹ്യൂമൻ ബീങ് അല്ല എന്നുള്ള ആ കാര്യങ്ങളെ ശക്തിയുക്തം പൗലോസ് ഇവിടെ പ്രസ്താവിക്കുന്നത് നമുക്ക് കൊലോസ് ലേഖനം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാൽ മനസ്സിലാകും. പണ്ഡിതനായ ലൈറ്റ് ഫുട്ട് ഇപ്രകാരമാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ചും ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളും, അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിലും പ്രസ്താവിച്ചിട്ടുള്ളതിനേക്കാൾ വളരെ ഡൈനമിക് മെസ്സേജസ് ആണ് കൊലോസ് ലേഖനത്തിൽ പൗലോസ് നൽകിയിട്ടുള്ളത്. ഡൈനമിക് ആയിട്ടുള്ള ഒരു വിവരണമാണ് പൗലോസ് കൊലോസ് ലേഖനത്തില് കൊടുത്തിട്ടുള്ളത്. നമ്മള് പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ എഫേസ് ലേഖനം 1:20-23, ഫിലിപ്പിയർ 2:6 മുതൽ 10 വരെ, 2-ാം അധ്യായം 9-10 ഈ വാക്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ക്രിസ്തുവിനെ സംബന്ധിച്ച് പൗലോസ് വിവരിക്കുന്ന ഭാഗങ്ങളാണ്. ഒന്നുകൂടെ റെഫറൻസ് ചെയ്യാൻ പറയാം. എഫേസ്യർ 1:20 മുതൽ 23 വരെ, ഫിലിപ്പിയർ 2:6 മുതൽ 10 വരെ ഈ ഭാഗങ്ങളാണ്. കൊലോസ്യർ 2:9-10 ഐ തിങ്ക് സോ. കൊലോസ്യർ 2, അതെ, കൊലോസ്യർ 2:9-10 ഈ ഭാഗങ്ങളിലെല്ലാം മറ്റു ഭാഗങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കൊലോസ് ലേഖനത്തിലാണ് യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പൗലോസ് വിവരിച്ചിരിക്കുന്നത്. അപ്പം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ദൈവജനത്തിന്റെ ഒരു ദൈവ പൈതലിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം നിലകൊള്ളുന്നത് ക്രിസ്തുവുമായുള്ള ബന്ധം എങ്ങനെയോ അതാണ് ബേസ്.
അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ സമയമില്ലല്ലോ. ഒരു ദൈവ പൈതലിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയത്തിന്റെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ അന്യഭാഷ പറയുന്നതിന്റെ അളവല്ല, നമ്മുടെ മണിക്കൂർ കണക്കിനുള്ള പ്രാർത്ഥനയുടെ മാത്രം അളവല്ല, നമ്മൾ ഏത് ചർച്ചിൽ കൂടി വരവിനായിട്ട് പോകുന്നു എന്നുള്ള ചർച്ച് ഡിനോമിനേഷന്റെ അടിസ്ഥാനത്തിലല്ല, പിന്നെയോ ക്രിസ്തുവുമായി ഉള്ള വ്യക്തിപരമായ ബന്ധം. We have to build a strong and dynamic relation with Christ. ചെറിയൊരു ബന്ധമല്ല സഹോദരങ്ങളെ അത്. ക്രിസ്തുവില് പാറമേൽ വീട് വെച്ച ബുദ്ധിയുള്ള മനുഷ്യനെ കുറിച്ച് സുവിശേഷത്തിൽ നമുക്കറിയാം ആ കാര്യങ്ങളൊക്കെ. അതുപോലെ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ട് ജീവിച്ചാലുണ്ടല്ലോ, വൻമഴ ചൊരിയട്ടെ, നദികൾ പൊങ്ങട്ടെ, കാറ്റടിക്കട്ടെ, നമ്മുടെ വീടിന്മേൽ ഉലയ്ക്കട്ടെ, അതൊന്നും വീണു പോകത്തില്ല. കാരണം എന്താ? Our relationship with Christ is that much strong. നിങ്ങൾ അത് അനുഭവിക്കുന്നവരാണ് എന്ന് എനിക്കറിയാം. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഉറപ്പിക്കുക, പൗലോസ് പറയുന്നത് പോലെ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഞാൻ ഒന്നുകൂടെ ഉറപ്പിക്കുക, ഓർപ്പിച്ചുണർത്തുക. ലോകത്തിൽ ആരൊക്കെയായിട്ട് നമുക്ക് സ്ട്രോങ് റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു സ്ട്രോങ് റിലേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഫെയില്യൂർ ആകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതം ബിൽഡപ്പ് ചെയ്യാൻ എത്ര വലിയ പ്രവാചകനുമായിട്ട് കൂട്ടുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ സഭാ നേതാവുമായിട്ട് നമുക്ക് അടുത്ത ഫ്രണ്ട്ഷിപ്പോ റിലേഷനോ ഉണ്ടെന്ന് പറഞ്ഞാലും അതിലൊന്നും ഒരു കാര്യമില്ല. അവരുടെ ശുശ്രൂഷകൾ നമുക്ക് അനുഗ്രഹമായിരിക്കും, അവരുടെ പ്രാർത്ഥനകൾ, കൈത്താങ്ങലുകൾ, വചന ദൂതുകൾ നമുക്ക് അനുഗ്രഹമാകും. പക്ഷേ നമ്മുടെ അകത്തെ മനുഷ്യന്റെ ആത്മീയ പുഷ്ടിക്കും വളർച്ചയ്ക്കും കാതലായ അന്തസ്സത്തെ ഉൾക്കൊള്ളാനും നമുക്ക് വ്യക്തിപരമായി കർത്താവുമായുള്ള ഒരു ബന്ധം ബിൽഡപ്പ് ചെയ്തെങ്കിലേ കഴിയുകയുള്ളൂ. അങ്ങനെ നാം ബിൽഡപ്പ് ചെയ്ത് പോകുമ്പോൾ അതിനെതിരെ എന്ത് പ്രതിസന്ധി നാം നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞാലും അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു മന്ത്രവാദ ശക്തിക്കും കഴിയത്തില്ല, ഒരു അസൂയയുടെ ശക്തിക്കും കഴിയത്തില്ല, ഒരു നുണപ്രചരണത്തിനും കഴിയത്തില്ല. ബിക്കോസ് അത്ര കണ്ട് ഞാനൊരു കുഞ്ഞിനോട് പറഞ്ഞ, നിങ്ങളോട് ഓർപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവ് നീയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകരുത്. ദാറ്റ് മച്ച് ക്ലോസ്ഡ് ആയിരിക്കണം. നമ്മൾ നമ്മുടെ കർത്താവിനും നമുക്കും ഇടയിൽ വേറൊരാൾ വരാനിടയാകരുത്, വേറെ ഒരു കാര്യം ഉണ്ടാകുവാൻ ഇടവരരുത്. അത്ര കണ്ട് നമ്മുടെ റിലേഷൻ സ്ട്രോങ് ആയിരിക്കണം. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ശിരസ്സായ ക്രിസ്തുവുമായുള്ള ബന്ധത്തെ ആസ്പദമാക്കിയാണ് എപ്പോഴും ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം നന്നായിട്ട് വളർച്ചയിലേക്ക്, ഉയരത്തിലേക്ക്, അത് ഉന്നതമായ അനുഭവങ്ങളിലേക്ക് നമുക്ക് പോകുവാൻ കഴിയുകയുള്ളൂ. നാലാമത്തെ റീസൺ പൗലോസ് ഈ ലേഖനം എഴുതുവാനുള്ള കാരണം, പൗലോസിന്റെ അടുക്കൽ കാരാഗ്രഹത്തിൽ വെച്ച് പൗലോസ് റോമിൽ വെച്ച് പരിചയപ്പെട്ട ഒനേസിമോസ് എന്നൊരു വ്യക്തി ഫിലേമോന്റെ അടിമയായിട്ട് ആ വീട്ടിൽ നിന്ന് എന്തോ പ്രശ്നത്തില് ഒനേസിമോസ് ആ ഭവനം വിട്ട് പുറത്തു പോയി പൗലോസിനെ കാണുവാനിടയായി തീർന്നു. സുവിശേഷം പറഞ്ഞ് ഒനേസിമോസ് രക്ഷിക്കപ്പെട്ടു. ആ ഒനേസിമോസിനെ ഫിലേമോന്റെ അടുക്കലേക്ക്, തന്റെ യജമാനനായ ഫിലേമോന്റെ അടുക്കലേക്ക് തിരികെ കൊണ്ടു ചെല്ലണമെന്നുള്ള പൗലോസിന്റെ തീവ്രമായ ഒരു ആഗ്രഹമായി. അപ്പം കൊലോസ്യയിലുള്ള ഈ ഫിലേമോനും അവിടെയുള്ള വിശ്വാസികൾക്കും ലേഖനം എഴുതിയ കൂട്ടത്തില്
പൗലോസ് ഒനേസിമോസിനെ എന്തുവാ റെക്കമെൻഡ് ചെയ്യാണ് ഫിലേമോന്. അത് ഫിലേമോൻ എഴുതിയ ലേഖനം സ്പെഷ്യൽ ഒരു എപ്പിസിലുണ്ട്. അപ്പോൾ തന്നെ കൊലോസ് ലേഖനം എഴുതുവാനുള്ള ഒരു കാരണം അതുകൂടിയാണ്. ഇപ്പൊ 4 റീസൺസ് ലേഖനം എഴുതുവാനുള്ള ഉദ്ദേശം: ഒന്ന്, വിശ്വാസത്തിൽ അവരെ നിലനിർത്താൻ; 2, ആ സഭ അഭിമുഖീകരിച്ച ദുരുപദേശത്തെ ഖണ്ഡിക്കുവാൻ; 3, ക്രിസ്തുവിനെ കുറിച്ചുള്ള തെറ്റായ പഠിപ്പിക്കലുകളെ അത് തെറ്റാണെന്ന്, അബ്സല്യൂട്ട്ലി റോങ് ആണെന്ന് തെളിയിക്കുവാൻ വേണ്ടി ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, ക്രിസ്തുവിന്റെ സ്ഥാനത്തെ കുറിച്ച് അവരെ ശരിക്കും പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് കൊലോസ് ലേഖനം പൗലോസ് എഴുതിയത്. അടുത്തത്, ഈ കൊലോസ്യ ലേഖനത്തില് ഉള്ള ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന, അത് ഞാൻ നോട്ട്സിൽ ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് തരാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിപ്പിച്ചായിരുന്നോ ഞാന്? കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങള് ഇല്ല, ഐ തിങ്ക്. ക്രിസ്തു, ഒന്നാമത് ഈ കൊലോസ്യ ലേഖനത്തിലെ പൗലോസ് ക്രിസ്തുവിന്റെ പരിപൂർണതയും പര്യാപ്തതയും ഒക്കെ വളരെ ശക്തമായിട്ട് താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒന്നാമത്തെ കാര്യം, ക്രിസ്തു ദൈവത്തിന്റെ പ്രതിമയാണ്, സർവസൃഷ്ടിക്കും ആദിജാതനാണ് എന്ന് ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് ഈ ലേഖനത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. 1-ാം അധ്യായം 15-ാം വാക്യം. ഇപ്പൊ എഴുതിയെടുത്തില്ലേലും കുഴപ്പമില്ല, നോട്ട്സിന്റെ അകത്ത് ഞാൻ തരും. അപ്പൊ രണ്ടാമത്, ക്രിസ്തു സകലത്തിന് മുമ്പേ ഉള്ളവനാണ് എന്ന് പ്രതിപാദിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാം ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈസിയാണ് പഠിക്കാൻ. ക്രിസ്തു സകലത്തിനും മുമ്പേ ഉള്ളവനാണ് 1-16 വാക്യത്തില്. അപ്പം 1-17 വാക്യത്തിൽ പറയുന്നു അവൻ സകലത്തിനും ആധാരമാണ്. 1-18, 3-1 ഈ വാക്യങ്ങളിൽ പറയുന്നു അവൻ ദൈവപുത്രനാണ്, അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റവനും ആണ്. ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മളിപ്പം പഠിച്ചത്? ക്രിസ്തു ദൈവത്തിന്റെ പ്രതിമയാണ്, സർവസൃഷ്ടിക്കും ആദിജാതനാണ്, ക്രിസ്തു സകലത്തിന് മുൻപേ ഉള്ളവനാണ്, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ സകലത്തിനും ആധാരമാണ്, അവൻ ദൈവപുത്രനാണ്, മരിച്ചവരിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റവനാണ്. ഇനി 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ഇന്ന് അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. എന്നാൽ 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണുന്നു അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ സമാധാനമുണ്ടാക്കി. ക്രിസ്തുവിന്റെ സ്പെഷ്യാലിറ്റീസാ കൊലോസ് ലേഖനത്തിൽ പൗലോസ് വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. മാത്രമല്ല അവൻ മുഖാന്തരം സകലത്തെയും തന്നോട് നിരപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. അടുത്തതായിട്ട് പൗലോസ് പറയുന്നത് 1-27 1-17 1-27 ആണെന്ന് തോന്നുന്നു. അതെ, 1-27 3-4 ഈ വാക്യങ്ങൾ കാണുന്നു. അവൻ ഇന്നും, ക്രിസ്തു ഇന്നും വിശ്വാസിയിൽ ജീവിക്കുന്നു. അവൻ ദൈവമർമ്മമാണ്. 1-27 2-3 ഈ വാക്യങ്ങൾ പറയുന്നു. അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിന് തലയാണ്. മാത്രമല്ല അവൻ എല്ലാവരെയും തന്നിൽ ഒന്നാക്കിയിരിക്കുന്നു. ക്രിസ്തുവിൽ ഒന്നാണ്. ഓൾ ബിലീവേഴ്സ്, all the pastors, all the overseers know any difference in Christ. കർത്താവിന്റെ നാമത്തിൽ വരുമ്പോഴുണ്ടല്ലോ, ഇന്ന് നാം ഈ കാണുന്ന പദവിയുടെ വ്യത്യാസങ്ങൾ, സെപ്പറേഷൻസ്, ഹയറാർക്കീസ് ഒന്നുമില്ലാതെ കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തുവിൽ PhD എടുത്തയാളും ഇല്ലിറ്ററേറ്റ് ആയുള്ള ഒരു വിശ്വാസിയും തമ്മിൽ വ്യത്യാസമില്ല. കാരണം എന്താ? ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മൂലം സമ്പാദിച്ചതാ ഇവരെ എല്ലാം. മനസ്സിലാക്കുന്നു? നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നാണ് ഇവിടെ ഈ എന്താ പറയുന്നത് ഡിസ്ക്രിമിനേഷൻസ്. കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോ ഈ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ലേ ഇല്ല.
ഞാൻ ഇത്ര വർഷമായിട്ട് ഇന്ന ഡിനോമിനേഷന്റെ ഓവർസിയർ സൂപ്രണ്ടനാന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന കർത്താവിന് ഒരു വിലയില്ല എന്ന് പറഞ്ഞ ദൈവമക്കളെ അവമാനിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു. തെരുവുകളിൽ ട്രാക്ടർ കൊടുത്ത് നടക്കുന്ന ഒരു ശുശ്രൂഷകനായിരിക്കും ഒരു പക്ഷേ കർത്താവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മാന്യൻ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ക്രിസ്തുവിന്റെ നാളിൽ നമ്മൾ ഇവിടെ ഈ ലോകത്തിൽ കാണുന്ന വലിയവരെന്ന് പറയുന്നവർ ഒരു പക്ഷേ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അവരുടെ പ്രവൃത്തിയെല്ലാം ഹരിച്ചു കുടിച്ച് കർത്താവ് നെറ്റ് റിസൾട്ട് പറയുമ്പോഴത്തേനും ചിലപ്പോൾ ബിഗ് 0 ആയിരിക്കും. നിങ്ങളത് ഓർക്കണം. നിങ്ങൾ ചിലരെങ്കിലും ഒരു പക്ഷേ ഹൃദയത്തിൽ ചിന്തിച്ചു കാണും, ഞാൻ എന്തുകൊണ്ട് കർത്താവിന് വേണ്ടി ഞാൻ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷെ എനിക്കൊരു വലിയ സ്ഥാനമോ പദവിയോ അങ്ങനെയുള്ള കഴിവുകളോ ഒന്നും എനിക്കില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ വരട്ടെ. ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, കാനാവിലെ കല്യാണത്തിന് ഏറ്റവും മാനിക്കപ്പെട്ടത് വെളിമ്പറമ്പിൽ ഇട്ടിരുന്ന കൽപാത്രങ്ങളല്ലേ. ആ തത്വം നിങ്ങൾ ഓർക്കണം. അവരാണ് മാനിക്കപ്പെട്ട, മാന്യമായിട്ട് ഏറ്റവും രുചിയുള്ള വീഞ്ഞ് നിറയത്തക്ക നിലയിൽ കർത്താവ് ഉപയോഗിച്ചത് ഏതിനെയാ? അവർ മാറ്റിവെച്ചിരുന്ന കൽപാത്രങ്ങളെ. സോ ഇന്നത്തെ ആത്മീയഗോളത്തിലെ ഔന്നത്യങ്ങളോ പദവികളോ പ്രശസ്തിയോ വലിയ ബാനേഴ്സോ അഡ്വർടൈസ്മെന്റോ ഒന്നും കണ്ട് നിങ്ങളുടെ മനസ്സ് കുലുങ്ങരുത് എന്നാ ഞാൻ പറഞ്ഞതിന്റെ സാരം. കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോഴേ അവൻ എല്ലാവരെയും തന്നിൽ ഒന്നാക്കിയിരിക്കുന്നു എന്ന് ഇത് എഴുതിയ പൗലോസിന് അതേ ജ്ഞാനം ഉള്ളത് കൊണ്ടല്ലേ അടിമയായ ഒനേസിമോസിനെ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടുത്തിയിട്ട് തന്റെ യജമാന്റെ അടുക്കലേക്ക് ബാക്കി ഞാൻ പഠിപ്പിക്കാം, അവൻ എന്തെങ്കിലും നിനക്ക് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് തരാമെന്ന് പറഞ്ഞ് പൗലോസ് ധൈര്യത്തോടെ ഒരടിമയെ തന്റെ യജമാന്റെ അടുക്കലേക്ക് അയക്കുവാൻ കാരണം. നമ്മൾ ആദ്യകാല അപ്പോസ്റ്റൽസിനെ കുറിച്ച് പഠിച്ചാലുണ്ടല്ലോ, അവര് വലിയ ആൾക്കാരോട് മാത്രം സുവിശേഷം പറയുന്നവരായിരുന്നില്ല, ഏറ്റവും ചെറിയവരോടും സുവിശേഷം പറയുന്നവരായിരുന്നു. ഫ്രം ദ ലീഡർഷിപ്പ് ടു ദ ബോട്ടം. സുവിശേഷം പറഞ്ഞില്ലേലും കുഴപ്പമില്ല, സ്റ്റേജിൽ വന്നിരുന്ന് തല എനിക്ക് കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു അല്ലേ. വളരെ ദുഃഖത്തോടെ പലപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ദൈവകൃപയാൽ കൊറോണയെ അയച്ച ദൈവം അതെല്ലാം അങ്ങ് സ്റ്റോപ്പ് ആക്കി. ദൈവവും കണ്ട് 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 അങ്ങ് മടുത്ത് കാണും. എന്റെ ചിന്തയാണ്, നിങ്ങളുടെ ചിന്ത എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. ദൈവവും കണ്ട് കണ്ട് മടുത്ത് കാണും. ജനമാർത്തലച്ച് ആവേശത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ തങ്ങളുടെ കസേരെ കാലും വെച്ച് ഇതൊക്കെ കണ്ടോ, അവരൊക്കെ ആരാധിക്കുന്ന കണ്ടോ എന്നുള്ള മട്ടി തല കുലുക്കുന്ന ഭയങ്കര ബിഷപ്പുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഇരിപ്പും മട്ടും കണ്ടാല് അവരുടെ നിയന്ത്രണത്തിലാണ് ഇവരെല്ലാം ആരാധിക്കുന്നത്. കൂടിപ്പോയ അവരുടെ കൈപ്പത്തി ഇവരിങ്ങനെ കാണിക്കും, ഒന്ന് കുലുക്കി കാണിക്കും. I'm not accusing, I'm saying the realities. എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ആരും അവരെ പോലെ ആകില്ല എന്നുള്ളൊരു വിശ്വാസം എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. നിങ്ങളെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ബിക്കോസ് ഐ ആം പ്രേയിങ് ഫോർ യു. തീർച്ചയായിട്ടും നിങ്ങൾ വ്യത്യസ്തരായിട്ട് നിങ്ങളുടെ ശുശ്രൂഷ മണ്ഡലങ്ങളില്, കാരണം നമ്മുടെ മാസ്റ്റർ ഉണ്ടല്ലോ യേശു, ശുശ്രൂഷ ചെയ്യിക്കാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് കംഫർട്ടായിരിക്കാനും ഏത് നിലവാരത്തിലുള്ള ജനത്തോടുകൂടെ ഇഴുകിച്ചേർന്ന് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യുന്ന ഒരു ശുശ്രൂഷ. അതാകണം നിങ്ങളുടെ ശുശ്രൂഷ, എന്റെ ശുശ്രൂഷ. അല്ല തലക്കനം കാണിക്കുന്ന ശുശ്രൂഷയല്ല. ഏതവസ്ഥയിൽ ഇരിക്കുന്ന ജീവിതങ്ങളോട്, ഏത് നിലയിലുള്ള കഷ്ടത അനുഭവിക്കുന്ന വ്യക്തികളുമായിട്ട് മിങ്കിൾ ചെയ്യുവാനുള്ള ഒരു ഹൃദയം എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അവിടെയാ പരിശുദ്ധാത്മാവിന്റെ അധിവാസം ഉള്ളത്. അല്ലാതെ മ്യൂസിക്കിന്റെ താളത്തില്
രണ്ട് അനിഭാഷ പറയുന്നതിന്റെ അകത്തല്ല പരിശുദ്ധാത്മാവ് വസിക്കുന്നത്, അവിടെ അല്ല ക്രിസ്തു വസിക്കുന്നത്. മനസ്താപവും മനോവിനയവും ഉള്ളവരോട് കൂടെ അധിവസിക്കുന്ന കർത്താവ് എന്ന് പറയും. സോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കട്ടെ. നമ്മുടെ മാസ്റ്റർ ലീഡർ ക്രിസ്തു എന്താ നമുക്ക് മാതൃക കാണിച്ചു തന്നെ, ആ ഒരു മാതൃക പിൻപറ്റുവാനൊരു ഹൃദയം എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ആ ഒരു ബേണിംഗ് ഡിസയർ നമ്മളുടെ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ അവിടുത്തെ കരുത്തിൽ ഉപയോഗിക്കും. പ്രശസ്തി വേണ്ട, യെസ്, പ്രശസ്തി വേണ്ട. നമുക്ക് പ്രശസ്തിക്ക് വേണ്ടി ആകരുത് കർത്താവിന്റെ വേല ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു നന്മ ചെയ്യുന്നെങ്കിൽ അത് പ്രശസ്തിക്ക് വേണ്ടി ആകരുത്. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ അത് നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടി ആകരുത്. ക്രിസ്തുവിനെന്ന വണ്ണം ചെയ്യുവിനെന്ന വചനത്തിൽ പറയുന്നു. ക്രിസ്തുവിനെന്ന വണ്ണം ചെയ്യാൻ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ ശുശ്രൂഷകള് എപ്പോഴും കർത്താവിനെന്ന വണ്ണം ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരാൻ എന്റെ പ്രാർത്ഥന. തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം ആ നിലയില് ദൈവകരങ്ങളിൽ ഉപയോഗിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെട്ടെന്ന് നമുക്ക് ഫിലേമോന്റെ ലേഖനത്തിലേക്ക് പ്രവേശിക്കാം. 10:30 വരെ നിങ്ങൾ ഓക്കെ ആണല്ലോ? തംസ് അപ്പ്. ഓക്കെ, താങ്ക് യു. അപ്പം ഇവിടെ ഫിലേമോന്റെ ലേഖനത്തിൽ നിന്നും ഈ പറഞ്ഞ പോലെ വേർഡ് ബൈ വേർഡ് ആയിട്ട് പഠിപ്പിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് വേഗത്തില് ഫിലേമോന്റെ ലേഖനത്തെ കുറിച്ചുള്ള ചില ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫിലേമോന്റെ ലേഖനത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ആരെങ്കിലും ഇതൊന്ന് വായിച്ചോ ഇന്ന് ക്ലാസ്സിൽ വരുന്നതിന് മുമ്പേ? എവിടെ ടീച്ചർ? വായിച്ചു 25. ഇപ്പൊ നോക്കിട്ടാണോ പറഞ്ഞേ? ഓ എനിവേ താങ്ക് യു ഗീത. അപ്പം ഫിലേമോന്റെ ലേഖനത്തിലാകെ മൊത്തം 25 വാക്യങ്ങളെ ഉള്ളൂ എങ്കിലും ഏറ്റവും പ്രാക്ടിക്കലായിട്ട് നമ്മളുടെ ക്രിസ്ത്യൻ ലൈഫ് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, ലീഡ് ചെയ്യണം എന്നുള്ളതിനെ കാണിക്കുന്ന അനുഗ്രഹീതമായ ഒരു സ്വർണ്ണ ലേഖനം എന്ന് പറയാം ഫിലേമോന്റെ ലേഖനം. അപ്പം ഈ ഫിലേമോന്റെ ലേഖനവും കൊലോസ് ലേഖനത്തിന്റെ ഒരു അനുബന്ധമാണെന്ന് പറയാം. കാരണം നമുക്കറിയാം കൊലോസ് ലേഖനവും ഫിലേമോന്റെ ലേഖനവും ഒക്കെ പൗലോസ് റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയതാണ്. അപ്പം പൗലോസ് സത്യത്തിൽ ഇതൊരു പ്രൈവസി ഉള്ള ഒരു പ്രൈവറ്റ് ലെറ്റർ ഫിലേമോന് അയച്ചതാണ്. എങ്കിലും അതിൻ്റെ അകത്ത് അവിടെയുള്ള സഭയെയും ഒക്കെ പൗലോസ് വന്ദനം ചെയ്യുന്നുണ്ട്. ഫിലേമോന് അപ്പിയായെ, പണ്ഡിതന്മാര് പറയുന്നത് അപ്പിയ ഫിലേമോന്റെ വൈഫാണ് എന്ന് പറയുന്നു. അവരെയൊക്കെ ഒന്ന് അഡ്രസ് ചെയ്തുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അപ്പം വലിയ ഉപദേശ സത്യങ്ങളൊന്നും ഈ ഫിലേമോന്റെ ലേഖനത്തിൽ കൊടുത്തിട്ടില്ല. വെറും 25 വാക്യങ്ങൾ മാത്രമുള്ള ലേഖനത്തില് വലിയ ഉപദേശ സത്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ള ഉപദേശങ്ങളെ എങ്ങനെ പ്രായോഗികമായി നമുക്ക് പ്രയോഗത്തിൽ വരുത്താം എന്ന് പൗലോസ് പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ഫിലേമോന്റെ ലേഖനം. മനസ്സിലായോ? മറ്റുള്ള ലേഖനങ്ങളിലൊക്കെ പൗലോസ് വിവരിച്ചിരിക്കുന്ന ഉപദേശങ്ങളെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികത്തിൽ ഹൗ വി ക്യാൻ പുട്ട് ഇൻ ടു പ്രാക്ടീസ് പ്രയോഗത്തിൽ വരുത്താമെന്ന് പൗലോസ് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രാക്ടിക്കൽ ലെറ്റർ ആണ് എപ്പിസ്റ്റലാണ് ഫിലേമോന് പൗലോസ് എഴുതിയ ഈ ലേഖനം. ഈ ലേഖനം നാം പഠിക്കുമ്പോൾ പൗലോസ് ഇവിടെ വലിയൊരു വാഗ്മിയായിട്ടോ ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകൻ എന്നൊക്കെ പൗലോസ് മറ്റു ലേഖനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലൊരു വലിയ ആളത്വം പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. മറിച്ച്
ഈ ഫിലേമോന്റെ ലേഖനത്തിൽ പൗലോസ് ഒരു മീഡിയേറ്റർ ആയിട്ടാണ് വരുന്നത്. രണ്ട് വ്യക്തികളെ തമ്മിൽ യോജിപ്പിക്കുന്ന മീഡിയേറ്റർ ആയിട്ട് ഫിലേമോൻ എന്ന വിശ്വാസിയെയും കൊലോസിയ സഭയിലെ ലവോദിക്ക സഭയിലെ, പിന്നീട് ഞാൻ അത് പറഞ്ഞുതരാം, ആ ഫിലേമോനെയും ഒനേസിമോസിനെയും, തന്റെ അടിമയായിന്ന് തന്റെ ഭവനത്തിൽ നിന്ന് ഒളിച്ചോടിയ ഒനേസിമോസിനെയും കൂടെ ബന്ധിപ്പിക്കുവാൻ വേണ്ടി പൗലോസ് ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എപ്പോഴും നമ്മുടെ ഡീലിങ്സ്, നമ്മുടെ വാക്കുകള് രണ്ടു വ്യക്തികളെ തമ്മിൽ അടുപ്പിക്കുന്നതായിരിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണേ ആ കാര്യം. എപ്പോഴും നമ്മുടെ സംഭാഷണം, നമ്മുടെ ഫോൺ വിളികള്, നമ്മുടെ ഡീലിങ്സ്, നമ്മുടെ പ്രവൃത്തികള് രണ്ട് വ്യക്തികളെ തമ്മില് കൂട്ടിയടുപ്പിക്കുന്നതാകരുത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ, എന്നോട് പെണ്ണുങ്ങളെ അവസാനത്തെ ക്ലാസ്സുവാ. രണ്ട് വ്യക്തികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരിക്കണം, അവരെ നർച്ചർ ചെയ്തതായിരിക്കണം, അവരുടെ റിലേഷൻ ബിൽഡപ്പ് ചെയ്യുന്നതായിരിക്കണം. അതാണ് പൗലോസ് ഇവിടെ കാണിക്കുന്നത്. പൗലോസ് ഒരു വലിയ ശുശ്രൂഷകൻ, തന്റെ ജീവിതാന്ത്യം വർഷങ്ങൾ കർത്താവിന്റെ വേല ചെയ്ത് അതിശക്തമായി പ്രവർത്തിച്ച് സഭകളൊക്കെ സ്ഥാപിച്ച് അനേക ആത്മാക്കളെ നേടി പാണ്ഡിത്യമുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തിയ പൗലോസ് ഇവിടെ ആ സ്ഥാനത്തിൽ നിന്നും ആ റോളിൽ നിന്നും ഒക്കെ മാറി വിനയാന്വിതനായിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ ഫിലേമോന്റെ ലേഖനത്തില്. അത് നാം വായിക്കുമ്പോൾ അതാ കാണുന്നത്. പൗലോസ് സത്യത്തിൽ ഫിലേമോനോട് കൈകൂപ്പി യാചിക്കുന്നത് പോലെ ഒനേസിമോസിന് വേണ്ടി താൻ അപേക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പൗലോസ്. ദൈവകൃപയിലേക്ക് നാം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ ദൈവകൃപയിൽ നിലനിർത്തുവാൻ നമ്മളാലാവോളം നാം പ്രയത്നിക്കുന്നവരായിരിക്കും. ത്രൂ അവർ വേർഡ്സ്, ഡീഡ്സ്, ഡീലിങ്സ്. ആ ഒരു റോള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ എത്ര വലിയ ചർച്ച ലീഡറാണെങ്കിലും, നമ്മൾ എത്ര വലിയൊരു പ്രവാചകനാണെങ്കിലും, എത്ര വലിയൊരു ബൈബിൾ സ്കൂൾ അധ്യാപകനാണെങ്കിലും അധ്യാപികയാണെങ്കിലും ആര് തന്നെ ആയിക്കോട്ടെ, ഒരാത്മാവിനെ നേടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദൈവകൃപയിൽ നിലനിൽക്കാൻ ബന്ധപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരു ജീവിതത്തെ ആ ദൈവകൃപയിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ദൗത്യം. നത്തിങ് എൽസ്. ആ കൃപയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ദൗത്യത്തിൽ ദൈവം എന്നെയും നിങ്ങളെയും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന ഈ രാത്രിയിലെ എന്റെ പ്രാർത്ഥന. അങ്ങനെ പൗലോസ് വളരെ റിക്വസ്റ്റ് ചെയ്യ ഫിലേമോനോട്. നമ്മളെ പൗലോസ് ആണ് ഈ ലേഖനം എഴുതിയത് എന്നുള്ള നമുക്കറിയാം. എന്നാല് ചില എക്സ്റ്റേണൽ എവിഡൻസസ് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇതിന്റെ 14-ാം വാക്യം സഭാപിതാവായിരുന്ന ഒറിഗൻ, ORIGEN, ഒറിജിൻ ചിലര് പ്രൊനൗൺസ് ചെയ്യും, എങ്ങനെ വേണേലും ആകാം, നോ പ്രോബ്ലം. ഒനേസിമോസിനെ കുറിച്ചുള്ള ഈ ലേഖനം പൗലോസ് എഴുതിയതാണ് എന്ന് താൻ തന്റെ എഴുത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒറിഗൻ. മാത്രമല്ല സഭാ ചരിത്രകാരനായ യുസീബിയസ് EUSIBIUS ആണെന്ന് തോന്നുന്നു. യുസീബിയസ് ഓക്കെയാണ്. സഭാ ചരിത്രകാരനായ യുസീബിയസ് തന്റെ കാനോനിക ലേഖനങ്ങളിൽ ഈ ഫിലേമോൻ പൗലോസ് എഴുതിയ ലേഖനം സാർവത്രികമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് കാനോനിക്കൽ അല്ല എന്ന്, കാനോനിസിറ്റിയെ കുറിച്ച് സഫാ കാനോൻ, അതിനെക്കുറിച്ച് ഇപ്പം പഠിപ്പിക്കാൻ നേരമില്ല. അപ്പം ആ കാനോനികമാണ് അല്ല എന്ന് നിഷേധിച്ചവർക്കെതിരെ ജെറോം ശക്തമായി സംസാരിക്കുന്നുണ്ട്. ഇതൊരു അപ്പോസ്തലനാൽ രചിക്കപ്പെട്ട എപ്പിസ്റ്റലാണ്, ലേഖനമാണ്.
അപ്പൊ ഇതിന്റെ കാനോണിസിറ്റിയെ കുറിച്ച് എതിർത്തവർക്കെതിരെ ആര് സംസാരിച്ചിട്ടുണ്ട്? ജെറോ. അത് മാത്രമല്ല, ഇഗ്നേഷ്യസ് ഈ ഫിലേമോന്റെ ലേഖനത്തിലെ 20-ാം വാക്യം, അതേ സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ 20-ാം വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട് തന്റെ എഴുത്തില്. അപ്പം ചുരുക്കി പറഞ്ഞാല് സഭാപിതാക്കന്മാര്, പ്രശസ്തരായ വേദപണ്ഡിതന്മാര് ഒക്കെ ഈ ഫിലേമോന്റെ ലേഖനം പൗലോസ് എഴുതിയതാണ് എന്ന് തെളിയിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ലേഖനത്തിൽ തന്നെ നോക്കിയാൽ ഇതിന്റെ ഗ്രന്ഥകാരൻ പൗലോസ് ആണെന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഫിലേമോന്റെ ലേഖനത്തില് 1-ാം വാക്യം, 9-ാം വാക്യം, അതിന്റെ 19-ാം വാക്യം. 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ക്രിസ്തുയേശുവിന്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തീമത്യോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലേമോൻ എന്ന നിനക്ക്. അപ്പം ക്രിസ്തുയേശുവിന്റെ ബദ്ധനായ പൗലോസ്, ഇപ്പൊ പൗലോസ് ആണ് ഈ ലേഖനം എഴുതിയതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ആന്തരിക തെളിവാണ് കേട്ടോ. 3 തെളിവുകൾ, ഫിലേമോന്റെ ലേഖനത്തിൽ തന്നെയുള്ള 3 തെളിവുകൾ. അത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ഇൻക്ലൂഡിങ് വേർഡ്സ് കേട്ടോ. ആ വാക്യത്തിന് പ്രാധാന്യം, റെഫറൻസിന്. 1-ാം വാക്യം, 9-ാം വാക്യം. അതുപോലെ പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ, അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നു പൗലോസ് ആണ് ഈ ലേഖനം എഴുതിയത്. അതിന്റെ 19-ാം വാക്യത്തിലാണ് വീണ്ടും കാണുന്നത്: പൗലോസ് എന്ന ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഈ 3 പ്രധാനപ്പെട്ട എവിഡൻസസ് ആണ് പൗലോസ് തന്നെയാണ് ഫിലേമോന്റെ ലേഖനം എഴുതി എന്നുള്ളതിന്റെ തെളിവുകൾ. ഓക്കെ. ഇനി അതിന്റെ പൗലോസ് ഈ ലേഖനം എവിടെ വെച്ച് എഴുതി എന്നുള്ളതിനെ കുറിച്ച്, പൗലോസ് ലേഖനം ഒക്കെ അതിന്റെയൊക്കെ എഴുതിയ സ്ഥലത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ഇതെല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന കാര്യമാണ്. എന്നാലും നമുക്ക് നോക്കാം. GS ഡങ്കൻ, DUNCAN ഡങ്കൻ എന്ന വേദശാസ്ത്രി പറയുന്നത് പൗലോസ് തന്റെ എഫെസോസിലെ തടവുകാലത്താണ് ഇത് എഴുതിയത്. എന്നാൽ പ്രൊഫസർ CH ഡോഡ് അതിനെ എതിർത്തുകൊണ്ട് പൗലോസ് തന്റെ റോമിലെ തടവുകാലത്താണ് ഇത് എഴുതിയിരിക്കുന്നു എന്ന് സ്ഥാപിക്കുന്നു. അപ്പൊ നമ്മൾ എഫേസ് ലേഖനം, കാരാഗ്രഹ ലേഖനങ്ങൾ നമ്മൾ പഠിച്ചു വരുവാണല്ലോ. എഫേസ് ലേഖനം, കൊലോസ് ലേഖനം, ഫിലേമോൻ, ഇവ ഒന്നിച്ചു നോക്കുമ്പോൾ കൊലോസ് ലേഖനം എഴുതിയ റോമിൽ വെച്ച് തന്നെയാണ് പൗലോസ് ഈ ലേഖനവും എന്ന് എഴുതിയിരിക്കുന്നത് എന്നാണ് വേദപണ്ഡിതനായ FF ബ്രൂസ് പറയുന്നത്. ബ്രൂസ്, BRUCE, ബ്രൂസ്, FF ബ്രൂസ്. അപ്പം എഫേസ് ലേഖനവും കൊലോസ് ലേഖനവും രചിച്ച റോമൻ കാരാഗ്രഹത്തിൽ വെച്ച് തന്നെയാണ് പൗലോസ് ഫിലേമോൻ എഴുതിയ ലേഖനവും രചിച്ചത്. അപ്പൊ പൗലോസ് എന്തിനാ ഈ ലേഖനം എഴുതിയത് എന്ന് ചോദിച്ചാല്, ഫിലേമോന്റെ ഭവനത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ഒനേസിമോസ് എന്ന അടിമയെ അവന് തിരിച്ച് പൗലോസ് അയക്കുമ്പോൾ വെറുതെ 2 വാക്ക് പറഞ്ഞ് അങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വിടുകയാണ് ഒനേസിമോസിനെ എന്ന് പറയാതെ ശരിയായ നിലയിൽ ഒരു സ്വീകരണം, ക്രിസ്തീയ സ്നേഹത്തിൽ ഒരു സ്വീകരണം ഒനേസിമോസിന് ഫിലേമോന്റെ ഭവനത്തിൽ ലഭിക്കേണ്ടതിന് വേണ്ടിയാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്. അപ്പം അന്നത്തെയൊക്കെ കാലഘട്ടത്തിൽ ഇങ്ങനെ അടിമകൾ ഒളിച്ചോടി പോകുന്ന ഒരു രീതി തന്നെ ഉണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം അടുത്തുള്ള എഫെസോസിലോ
അടുത്തുള്ള പ്രദേശത്തോ കൈസരിയിലോട്ടൊന്ന് ഓടിപ്പോകാതെ എന്തുകൊണ്ട് ഒനേസിമോസ് ഇത്രയും ദൂരെയുള്ള റോമയിലേക്ക് ഒളിച്ചോടി എന്ന് തർക്കിക്കുന്നവരുണ്ട്. എന്നാല് അന്നത്തെ കാലഘട്ടത്തിൽ വളരെ പോപ്പുലേറ്റഡ് ആയിരുന്നു ഈ റോമൻ നഗരം. അപ്പൊ അതിന്റെ ഇടയിൽ ചെന്ന് ഒരു അന്യനായ ഒരു വ്യക്തി താമസിച്ചാൽ ആരും പെട്ടെന്ന് തിരിച്ചറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഒനേസിമോസ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ആ മനുഷ്യ മഹാസമുദ്രത്തിൽ ചേർന്നതെന്ന പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ അടുത്തുള്ള ഇടത്തോട്ട് പോയാൽ പെട്ടെന്നറിയാം ഇന്നടുത്ത് ഇന്ന വീട്ടിലെ ആളിന്റെ അടിമയല്ലേ ഇതെന്ന് പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാറ്റിനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ സാരം ഒനേസിമോസ് മോഷണം നടത്തി ഓടിപ്പോയാലോ പോകണമെന്നല്ല. പക്ഷെ ഒനേസിമോസിന്റെ ലൈഫിൽ വന്ന ആ സംഭവം, ആ ഇൻസിഡന്റ് തന്നെ അനുഗ്രഹത്തിലേക്കും ഉയർച്ചയിലേക്കും സമ്പന്നതയിലേക്കും സത്യത്തിൽ നടത്തുവാനിടയായി തീർന്നു. അപ്പൊ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം നാം ഇന്നോ കഴിഞ്ഞ കാലങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നാം ഫേസ് ചെയ്യുന്നെങ്കിൽ വരും കാലങ്ങളിൽ നാം അതിന് എന്തെങ്കിലും പ്രശ്നത്തെ അഭിമുഖീകരിക്കും എങ്കിൽ ഒരു കാര്യം നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾ കീപ്പ് ചെയ്യണം. അതിന്റെ അകത്തെല്ലാം ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ തന്റെ അടുത്തോടെ? ഇല്ല. നമ്മുടെ ലൈഫിൽ വരുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരുന്ന, നമ്മുടെ ഓഫീസ്, നമ്മുടെ ജോലിയോടുള്ള ബന്ധത്തിൽ വരുന്ന ഇഷ്യൂസ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ വരുന്ന ഇഷ്യൂസ്, അതിൻ്റെ അകത്തെല്ലാം സർവശക്തൻ ഒരു പദ്ധതിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ എൻ്റെ അറിവിലും അനുഭവത്തിലും ഏറെക്കുറെ ടെൻഷൻലെസ് ലൈഫ് നയിക്കാൻ സാധിക്കും. ടെൻഷൻ ഇല്ലാത്ത ജീവിതം നയിക്കാൻ പറ്റുമെന്നൊരു ദൈവം തന്നെ. കാരണം എന്താ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ചിലപ്പോ നമ്മൾ തകർന്നു പോകുന്നതായിരിക്കും നമ്മൾ തോന്നുന്നത്. ചിലപ്പോ നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ വരും. ചില സമയം നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുന്ന വാക്കുകൾ നാം കേട്ടോണ്ടിരിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ, കൊളീഗ്സ് നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ ഓഫീസിൽ നമ്മളെ ശല്യപ്പെടുത്തിയെന്ന് വരും. പക്ഷെ അതിന്റെ അകത്തൊക്കെ ദൈവം ഒരു നന്മ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ദൈവം ഒരു നന്മ. നമ്മളൊരു യാത്രയൊക്കെ കഴിഞ്ഞ കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിലേ പേരൻസ് ദൂരെ യാത്രയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് പപ്പാമാരൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഈ കുഞ്ഞുങ്ങൾ ഓടിച്ചല്ലേ. എന്തിനാന്നറിയാമോ? അപ്പനെ കാണാനുള്ള സ്നേഹം കൊണ്ട്. സ്നേഹം ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവരുടെ ഹൃദയത്തിലെ ആശയം എന്തുവാന്നിരിക്കുക, ആ ബാഗിൽ എന്തെങ്കിലും ഡാഡി കൊണ്ടുവന്നിട്ടുണ്ടാകും. നമ്മൾ ചിലത് ഒളിപ്പിച്ചു വെക്കൂല്ലേ? ചിലരുടെ ബാഗിനകത്ത് ഒളിച്ചു വെച്ചിട്ട് പറയും ഡാഡി ഒന്നും കൊണ്ടുവന്നില്ല, കൈ മലർത്തി കാണിക്കും. അപ്പൊ ആദ്യം ആ കുഞ്ഞിന് ഇച്ചിരി വിഷമം തോന്നും. പക്ഷേ പിന്നെ ആ ഡാഡി പ്രത്യേകമായിട്ട് കൊണ്ടുവന്ന് ആ കാര്യം എടുത്ത് കുഞ്ഞിന്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോ ആ കുഞ്ഞിന്റെ കണ്ണുകൾ വിടരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞത് ഒരു ഒന്നൊന്നര സന്തോഷല്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ ഒരു പ്രതിസന്ധിയിൽ കൂടി ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ അതിന്റെ അകത്ത് ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നന്മയുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും ചഞ്ചലപ്പെട്ടു പോകാതെ അതിൽ ഉറച്ചു നിൽക്കണം. അതിന്റെ അകത്ത് ദൈവം ഒരു നന്മ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് പ്രാപിക്കും. നിങ്ങൾ മൂവൊക്കെ കണ്ട് ടീച്ചറെ ഇതൊക്കെ സത്യമാണ്, എങ്ങനെയൊക്കെ ഉണ്ടോന്ന് ബി ഹാപ്പി. അങ്ങനെ അത് സത്യമാണ്, റിയാലിറ്റിയാണ്. വാട്ട് ഐ എം എക്സ്പീരിയൻസിങ്. സോ ഒനേസിമോസിന്റെ ജീവിതത്തിൽ വന്ന ഈ സംഭവം, ഈ ഒളിച്ചോട്ടം, ഈ പോക്ക്, തീർച്ചയായിട്ടും അവന്റെ ജീവിതത്തെ ദൈവം നിയന്ത്രിച്ചത് കൊണ്ട് പൗലോസിന്റെ അടുക്കൽ എത്തിച്ചു. സുവിശേഷം അറിയുവാനിടയായി തീർന്നു. കർത്താവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കാനിടയായി തീർന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവോഹിതലായി തീരുവാൻ ഒനേസിമോസിനിടയായി. അപ്പം ഈ റോമാ നഗരത്തില് ഒനേസിമോസ് എത്തപ്പെട്ടത് ബൈ ഓൾ മീൻസ് ദൈവത്തിന്റെ ഹിതമായിരുന്നു. അതിൽ കൂടി അവന് അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. അതാണ് ഇതിന്റെ അന്തസ്സത്ത എന്ന് പറയുന്നത്.
അപ്പൊ അങ്ങനെയെങ്കില് എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും ഒക്കെ കൊലോസ്യ ലേഖനം എഴുതിയ അതേ കാലഘട്ടത്തിൽ റോമിലെ കാരാഗ്രഹത്തിൽ വെച്ച് AD 62 തന്നെയാണ് പൗലോസ് ഈ ഫിലേമോന് ലേഖനം എഴുതുന്നത്. AD 62. വേഗത്തിൽ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം കൂടെ നമുക്കൊന്ന് നോക്കാമേ. അന്ന് ഈ പൗലോസിന്റെ കാലഘട്ടത്തിൽ, ഒനേസിമോസിന്റെ, ഫിലോമോന്റെ കാലഘട്ടത്തില് അടിമകൾ എന്ന് പറയുന്നത് ധാരാളം ഉണ്ടായിരുന്നു. അന്ന് അവിടുത്തെ ഒരു സിസ്റ്റം ആയിരുന്നു അന്നത്തെ ലോകത്തിലെ. ഇന്നില്ല അടിമകളെ. അമേരിക്കൻ അടിമത്തം നിർത്തലാക്കിയതാരാ? എബ്രഹാം ലിങ്കൺ. അപ്പം പൗലോസിന്റെ ഒക്കെ കാലഘട്ടത്തില് അടിമകൾ ധാരാളം ഉണ്ടായിരുന്നു. ചരിത്രം എങ്ങനെയാണ് പറയുന്നത്? 12 കോടി ജനസംഖ്യ ഉണ്ടായിരുന്ന റോമാ സാമ്രാജ്യത്തിലെ 6 കോടി മനുഷ്യരും അടിമകളായിരുന്നു എന്ന് ചരിത്രം പറയുന്നത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഈ ഫിലേമോൻ എന്ന് പറയുന്നത് പൗലോസിന്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പൗലോസിന് ഫിലേമോനുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. നല്ലൊരു ഗുഡ് റിലേഷൻ അവർ കീപ്പ് ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിലേമോൻ പൗലോസിനോട് ഒത്തിരി കടപ്പെട്ട വ്യക്തിയായിരുന്നു. ആ ധൈര്യത്തിലും ഉറപ്പിലുമാണ് എന്ത് ചെയ്തത്? പൗലോസ് ഒനേസിമോസിനെ ഫിലേമോന്റെ അടുക്കിലേക്ക് മടക്കി അയച്ചത് ഒരു കത്തുമായിട്ട്. ഈ ലേഖനത്തില് ആദ്യം പ്രഥമമായിട്ട് നമ്മൾ നോക്കിയ ഫിലേമോന് വേണ്ടിയാണ് എഴുതിയെങ്കിലും അതിന്റെ പ്രാരംഭ ഭാഗങ്ങൾ നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തുയേശുവിന്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തിമത്തിയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലേമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹഭടനായ അർക്കിപ്പോസിനും. ചരിത്രം പറയുന്നത് ഈ അർക്കിപ്പോസ് ആ സഭയിലെ ശുശ്രൂഷകനായിരുന്നു. ആ ഭവനത്തിലെ സഭയിലെ ശുശ്രൂഷകനായിരുന്നു അർക്കിപ്പോസ് ഫിലേമോന്റെ മകനാണെന്നും വാദിക്കുന്നവരുണ്ട്. എന്നാൽ തെളിവുകളൊന്നും പറയാനില്ല. എങ്കിലും അർക്കിപ്പോസ് ചർച്ചിലെ പാസ്റ്റർ ആയിരുന്നു. അവരെയൊക്കെ പൗലോസ് ഈ ലേഖനത്തിൽ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ലേഖനം എഴുതിയ സന്ദർഭം എന്ന് പറയുന്നത് ഒനേസിമോസ് പൗലോസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒനേസിമോസ് തടവിലായിരുന്ന പൗലോസിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന അവസരത്തിലാണ് തിഹിക്കോസ് എഫേസ്യർക്കും കൊലോസ്യർക്കും വേണ്ടി പൗലോസ് എഴുതിയ ലേഖനങ്ങളുമായി പോകാൻ ഒരുങ്ങിയത്. വീട്ടിലെ തടവാണെന്ന് ഓർക്കണം. അപ്പൊ ആ വീട്ടിലെ തടവിൽ വെച്ച് റോമിലെ കാരാഗ്രഹത്തിലായിരുന്ന പൗലോസ് ഈ ലേഖനങ്ങള്, എഫേസ് ലേഖനവും കൊലോസ്യർക്കുള്ള ലേഖനങ്ങളും ഒക്കെ എഴുതി ആരുടെ കയ്യിലോ കൊടുത്തുവിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചല്ലോ, തിഹിക്കോസിന്റെ കയ്യില്. അപ്പൊ ഈ തിഹിക്കോസ് ഈ ലേഖനങ്ങളുമായി പോകുവാൻ ഒരുങ്ങിയിരുന്ന സന്ദർഭത്തിലാണ് പൗലോസിനൊരാഗ്രഹം തോന്നി. ഒനേസിമോസിനെ കൂടെ തിഹിക്കോസിന്റെ കൂടെ വിട്ടിട്ട് ഫിലേമോനോടൊന്ന് പറയണം, ഒനേസിമോസിനെ നീ അംഗീകരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്, ഫിലേമോൻ എഴുതിയ ലേഖനം. അപ്പം തിഹിക്കോസിനൊപ്പമാണ് ഈ ഒനേസിമോസും ഫിലേമോനുള്ള ലേഖനവും കയ്യിൽ വഹിച്ചുകൊണ്ട് കൊലോസ്യയിലേക്ക് പോയത്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാല്, ഇതിന്റെ പ്രാഥമിക ഉദ്ദേശം എന്ന് പറയുന്നത് ഫിലേമോനെയും ഒനേസിമോസിനെയും തമ്മിൽ രമ്യതപ്പെടുത്തുക. ഫിലേമോനെയും ഒനേസിമോസിനെയും തമ്മിൽ രമ്യതപ്പെടുത്തുവാനാണ് ഈ ലേഖനം എഴുതിയതിന്റെ പ്രഥമമായ ഉദ്ദേശം. കാരണം ഇവിടെ പൗലോസ് പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും നിനക്ക് കടപ്പെട്ടാൽ ഞാനത് തരാം, ഞാനത് തന്നു തീർക്കാം എന്ന് പറഞ്ഞ് പൗലോസ് ഭയങ്കര ആവേശത്തോടെയാണ് ഈ അടിമയെ യജമാന്റെ വീട്ടിലെത്തിക്കുവാൻ, ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ സന്തോഷത്തോടെ ഒനേസിമോസിനെ കൈക്കൊള്ളുവാനായിട്ട്
പൗലോസ് ഇവിടെ ആർജ് ചെയ്യുന്നത് ഫിലേമോനോട്. അപ്പൊ ഇതിന്റെ ആത്മീയ ഉദ്ദേശം എന്ന് പറഞ്ഞാല്, ഇപ്പം ദൈവം മുൻപാകെ നമ്മൾ തെറ്റുകാരായിരിക്കെ, കുറ്റക്കാരായിരിക്കെ, പാപികളായിരിക്കെ, കർത്താവ് കാൽവറി ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ സകല കടങ്ങളും വീട്ടി മക്കളും അവകാശികളുമാക്കി പിതാവിനോട് അടുപ്പിച്ച് ആ സ്നേഹത്തിലേക്ക് നമ്മളെ നയിച്ച കർത്താവിന്റെ കാൽവറി ക്രൂശിന്റെ സ്നേഹം, നമുക്ക് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ടായ യേശുവിന്റെ ആ കാൽവറി മരണം, അതൊന്ന് വരച്ച് കാട്ടാൻ കൂടിയാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്. മനസ്സിലാവുന്നുണ്ടോ? ഒനേസിമോസിന് വേണ്ടി ഇവിടെ പൗലോസ് ഇട നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ആരിട നിൽക്കുന്നു? കർത്താവ് ഇട നിൽക്കുന്നു. കർത്താവ് പിതാവിനോട് അപേക്ഷിക്കുന്നു. അപ്പം കർത്താവ് നമുക്കില്ലായിരുന്നുവെങ്കിൽ, ക്രിസ്തുവിൽ കൂടി അല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഒരു സ്ഥാനവും പിതാവായ ദൈവത്തിന്റെ അടുക്കൽ ലഭിക്കില്ലായിരുന്നു. നമ്മൾ ഓർക്കണം, നാം ഇന്നായിരിക്കുന്ന ആത്മീയ പദവി, നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ക്രിസ്തുവേശുവിൽ കൂടി കർത്താവ് നിമിത്തം നമുക്ക് ലഭിച്ചതാണ്. ഇവിടെ പൗലോസ് പറയുന്നുണ്ട് 17-ാം വാക്യത്തിൽ, നീ എന്നെ ഒരു കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളാൻ. ഇപ്പൊ സ്വന്തം പുത്രനെ പിതാവായ ദൈവം ആദരിക്കുന്നത് പോലെ, ചേർത്ത് നിർത്തിയിരിക്കുന്നത് പോലെ, ത്രൂ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ കൂടി ദൈവം നമ്മെയും ചേർത്ത് നിർത്തുകയാണ് സത്യത്തിൽ. ഇനി മൂന്നാമത്തെ ഇതിന്റെ ഉദ്ദേശം സഹോദര പ്രീതിയെ കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു, ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, ഗലാത്യർ 3:28 വാക്യം ഒന്ന് വായിക്കാമോ? ഗലാത്യർ 3:28. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നാണ്. അതുകൊണ്ട് സഹോദര പ്രീതി നമ്മള് നിലനിർത്തണം. ഇന്നത്തെ ആത്മീയ ഗോളത്തില് ചീറ്റിങ്സ് കണ്ട് പഠിക്കരുത്. ഒരു ദൈവ വൈതൽ എന്നൊരാളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ റെസ്പെക്ട് ചെയ്യുക, സ്നേഹിക്കുക, അത് മാത്രമായിരിക്കണം നമ്മുടെ കടപ്പാട്. സഹോദര പ്രീതിയെ കുറിച്ച് പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്. ക്രിസ്തുവിൽ ഒന്നാണ്, ദാസനും സ്വതന്ത്രനും ഒന്നുമില്ല. മാനുഷികമായ നിലയിൽ ഒരു അടിമ രക്ഷിക്കപ്പെട്ടാൽ ആ വ്യക്തി ക്രിസ്തുവിൽ സ്വതന്ത്രനല്ലേ? ഇനി മാനുഷികമായ നിലയിൽ സ്വതന്ത്രനായ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ക്രിസ്തുവിന്റെ അടിമയല്ലേ? നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ക്രിസ്തുവിൽ ദാസനും സ്വതന്ത്രനും എന്നില്ല എന്ന് പറഞ്ഞാല് ഒരു ദൈവ വൈതലിന്റെ മേൽക്കോയ്മ ചെയ്യുവാൻ ദൈവമല്ലാതെ, പരിശുദ്ധാത്മാവല്ലാതെ, പുത്രനാം ദൈവമല്ലാതെ, ദൈവവചനമല്ലാതെ മറ്റാരും ഉണ്ടാകരുത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഭൗതികമായിട്ടുള്ള എന്താ പറയുന്നേ, ഈ ലോകത്തിലുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആത്മീയ ഗോളത്തിൽ ചിലർക്ക് എപ്പോഴും മറ്റുള്ളവരെ ഭരിക്കുന്നതിലാണ് ഇഷ്ടം. സഹോദര സ്നേഹത്തിലുപരി എന്ന് പറഞ്ഞ, ഞാനിപ്പം വിചാരിക്കുക എപ്പോഴും
മറ്റുള്ളവരെല്ലാം എന്റെ അണ്ടറിൽ പോകണം. ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. ഞാൻ പറയുന്ന സ്റ്റെപ്പിൽ നിൽക്കണം. അങ്ങനെ ഒരിക്കലും സഹോദരങ്ങളെ ചിന്തിച്ച് വിഡ്ഢികളാകരുത്. ഒരു വിഡ്ഢിത്വമല്ലേ സത്യത്തിൽ? ഏത് മനുഷ്യനാ ക്രിസ്തുവിൽ സാന്ദ്രയില്ലാത്ത? ഉപദേശവും നല്ല കാര്യങ്ങളോ പറഞ്ഞു കൊടുക്കണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഒരിക്കലും നിന്റെ കൂട്ടുവിശ്വാസിയെ ഒരു അടിമയെ പോലെ കാണരുത്. ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കണം എപ്പോഴും. ആരും ആരുടെയും അടിമകളല്ല, നമ്മൾ ക്രിസ്തുവിന് അടിമകളാണ്. സോ ക്രിസ്തുവിൽ ദാസനോ സ്വതന്ത്രനോ എന്നൊന്ന് ഇല്ല. അപ്പം ഈ ഫിലേമോന്റെ ലേഖനം എഴുതിയതിന്റെ 3 ഉദ്ദേശങ്ങളെ കുറിച്ചും ഞാൻ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി. ഒന്നാമത്തെ ഉദ്ദേശം ഫിലേമോനും ഒനേസിമോസും തമ്മിൽ രമ്യതയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് പൗലോസ് എഴുതിയത്. രണ്ടാമത് നമുക്ക് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ആയി തീർന്ന ക്രിസ്തുവിന്റെ ആ കാൽവറി മരണത്തെ, മീൻസ് ആ ഒരു നിലവാരത്തെ കാണിക്കുവാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. മൂന്നാമത് സഹോദര പ്രീതിയെ കുറിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. കാരണം ക്രിസ്തുവിൽ ദാസനോ സ്വതന്ത്രനോ എന്നൊന്ന് ഇല്ല. ഇനി നമ്മൾ ഈ പുസ്തകം പഠിക്കുമ്പോഴേ ഫിലേമോന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സും കൂടെ, പ്രത്യേകതകളെ കുറിച്ചും കൂടെ 2-3 പ്രത്യേക കാര്യങ്ങളെ പൗലോസ് ഇവിടെ എടുത്തു പറയുന്നത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് ഈ ലേഖനത്തിന്റെ 5 more minutes പ്രാധാന്യത്തെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞ് എന്റെ ക്ലാസ് ക്ലോസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷെ ഒരു 2-3 മിനിറ്റ് കൂടെ മുൻപോട്ട് പോയാലും നിങ്ങൾ ക്ഷമയോടിരിക്കണം. നെക്സ്റ്റ് വീക്ക് ഐ വോണ്ട് കം ടു ടീച്ച് യു, കേട്ടോ? അടുത്ത ആഴ്ച ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വരില്ല. അതുകൊണ്ട് 2-3 മിനിറ്റ് പോയാലും സാരമില്ല എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകണേ എന്നെന്റെ ആഗ്രഹം. ഓക്കെ, എനിക്ക് എനിവേ ഇതൊന്ന് ഫിനിഷ് ചെയ്യണം. ഇവിടെ നാം ഫിലേമോന്റെ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഫിലേമോന്റെ ലേഖനത്തിലെ ഫിലേമോനെ കുറിച്ച് പറയുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് നോക്കാം. അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കോ. 4-ാം വാക്യം വേഗം ഒന്ന് വായിക്കാം. അല്ലെ ഞാൻ വായിക്കാം. യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട്. അപ്പം ഇവിടെ പൗലോസ് പറയുകയാണ്, ഫിലേമോൻ കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും സ്നേഹമുള്ളവനായിരുന്നു, ക്രിസ്തുവിൽ വിശ്വാസമുള്ളവനായിരുന്നു. അതാണ് ഫിലേമോന്റെ ഒന്നാമത്തെ പ്രത്യേകത. കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും. ചില മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, കർത്താവിനോട് ഭയങ്കര സ്നേഹവും വിശ്വാസമാണ്. കൂട്ടുവിശ്വാസികളെ ഭയങ്കര അടുപ്പമൊന്നുമില്ല. ഇപ്പൊ പിന്നെ എന്താ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ആ പല്ലവി ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുക. റെപ്പിറ്റേഷൻ വരുന്നുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനങ്ങ് പറഞ്ഞോട്ടെ. അത്രയ്ക്ക് ബുദ്ധിമുട്ടുന്ന മനസ്സ്. ദൈവം ഇതെല്ലാം കണ്ടു മടുത്തു. ഇപ്പൊ ആരാധനയൊക്കെ കുറഞ്ഞു, ആരാധനാലയങ്ങളൊക്കെ തുറന്നെങ്കിൽ തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തൊക്കെ ഇരുന്നോണം ഇപ്പൊ ആരാധിക്കാൻ വേണ്ടി. ഈ അടുത്തടുത്തിരുന്ന് ആരാധിച്ചപ്പോഴേ ആ കാലഘട്ടത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നെന്ന് ദൈവവും കണ്ട് മനസ്സിലാക്കിയിട്ട് ഇപ്പം ദൂരെ ദൂരെ ഇരുത്തി ആരാധിപ്പിക്കുന്നതെന്നാ എനിക്ക് തോന്നുന്നത്. എല്ലാ സഭകളിലും ഇല്ലെങ്കിലും ചില സഭകളിലെങ്കിലും ഒരു ദുര്യോഗം ഉണ്ട്. എന്താണെന്നറിയാമോ? അടുത്തടുത്തിരിക്കുന്ന കൂട്ടുവിശ്വാസികൾ തമ്മില് മിണ്ടൂല. കാര്യം നിസ്സാര കാര്യങ്ങളായിരിക്കും. പാട്ടും പ്രാർത്ഥനയോ ആരാധനയോ അനുഭാഷയോ ഒക്കെ കേമായിരിക്കാം. ചിലരെങ്കിലും പറയും, മിണ്ടിയ ശരിയാവില്ല ടീച്ചറെ, മിണ്ടിക്കഴിഞ്ഞാൽ കുഴപ്പം. അങ്ങനെയുള്ള വിശ്വാസികളുണ്ട്. അത് ഒരു ട്രൂത്താണ്. പക്ഷെ ഇവിടെ പറയുന്നത്, പൗലോസ് പറയുന്നത്,
കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പൗലോസ് അപ്പം ഫിലോമേനെ കുറിച്ച് പറയുകയാണ്, എല്ലാ നിലയിലും ഫിലേമോൻ ഒരു ധനികനാണെങ്കിൽ പോലും ദൈവമക്കളെ സ്നേഹിക്കുന്നവനായിരുന്നു. സെയിം ടൈം ദൈവദാസന്മാരെ സ്നേഹിക്കുന്നവനായിരുന്നു. രണ്ടാമത്തെ പെക്യുലിയാരിറ്റി എന്ന് പറയുന്നത് അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം. അടിവരയിട്ട് നിങ്ങൾ വായിച്ച് ഗ്രഹിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഒരു പാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താലും അതിന്റെ പ്രതിഫലം തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് തരുമെന്നുള്ളത്. അപ്പൊ എത്രയധികമാ വിശുദ്ധന്മാരുടെ വിശുദ്ധമതികളുടെ ഹൃദയം നിങ്ങൾ തണുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഹൃദയത്തിൽ അടിവരയിട്ട് എഴുതിക്കോ, ദൈവം അതിന് പ്രതിഫലം തരാതെ പോകില്ല. അപ്പൊ ഇവിടെ ഫിലേമോൻ പൗലോസ് പറയുന്നത് താൻ അനേക വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചവനായിരുന്നു. അനേക വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചവനായിരുന്നു. ആര്? ഫിലേമോൻ. ആ ഒരു വിശ്വാസത്തിലും ഗ്യാരണ്ടിയിലുമാണ് പൗലോസ് ഒനേസിമോസിനെ അങ്ങോട്ട് അയച്ചത്. മൂന്നാമത്തെ തന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 21-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നിശ്ചയമുണ്ടെന്ന്. അപ്പം കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ പൗലോസ് എപ്പോഴും ഇവരെയൊക്കെ സമീപിക്കുന്നത്. അതിനു വേണ്ടിയാണ്, അല്ലാതെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടിയല്ല. അപ്പോഴേ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപനത്തിന് വേണ്ടി, ദൈവസഭകളുടെ കെട്ടുപണിക്ക് വേണ്ടി എന്തുമേതുമായി തീരുവാൻ ഒരു ലീഡർ, ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ പൗലോസ് പറയുന്ന എല്ലാ കാര്യങ്ങളും ആര് ശിരസ വഹിച്ചിരുന്നു? ഫിലേമോൻ ശിരസ വഹിച്ചിരുന്നു. അപ്പൊ നിന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നിശ്ചയമുണ്ടെന്നാ പറയും. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. ഒരു സംശയം പൗലോസിനില്ല. എന്നിട്ട് പറയുന്നത്, എനിക്ക് നിശ്ചയമുണ്ട്, ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യുമെന്ന്. 10 ദൈവദാസന്മാരെ ഫിലേമോന്റെ ഭവനത്തിലോട്ട് പറഞ്ഞു വിട്ടിട്ട് 10 ദിവസത്തേക്ക് അവരെ അവിടെ താമസിച്ച് നീ ടേക്ക് കെയർ ചെയ്യുന്ന പൗലോസ് വിട്ടാല് പൗലോസിനറിയാം ഫിലേമോൻ തീർച്ചയായിട്ടും അത് ചെയ്യും. അതിലുപരിയായിട്ട് പൗലോസ് പ്രതീക്ഷിക്കുന്നതിലുപരിയായിട്ടുള്ള ഒരു ശുശ്രൂഷ ഫിലേമോനിൽ നിന്ന് അവർക്ക് ലഭിക്കുമെന്നൊരു നിറം. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പം ദൈവിക വേലയിൽ, ദൈവിക പ്രവൃത്തിയിൽ എല്ലാ നിലയിലും ഫിലേമോൻ അനുസരണമുള്ളവനായിരുന്നു. അത് മാത്രമല്ല ഏറ്റവും ഹിസ് ലെവൽ ബെസ്റ്റ് ഹി ഡൺ ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ഗോഡ്സ് കിങ്ഡം. നമ്മളെ കുറിച്ചും കർത്താവ് ഇങ്ങനെ പറയുവാൻ ഇടവരുത്തണം. നമ്മുടെ പരിമിതിക്കകത്ത് ഇന്നുണ്ട്. ഫിലേമോന്റെ സ്റ്റാറ്റസ് ആയിരിക്കത്തില്ല എനിക്ക് നിങ്ങൾക്കും. നമുക്ക് ദൈവം തന്ന ആ അളവിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഫിലേമോന്റെ ലേഖന പഠനം, കാരാഗ്രഹ ലേഖന അവലോകന പഠനം ഇവിടെ ഞാൻ ഉപസംഹരിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കഴിഞ്ഞ ചുരുങ്ങിയ കാലയളവാണെങ്കിൽ പോലും 2 സെമസ്റ്ററുകൾ നിങ്ങളെ ദൈവവചനം പഠിപ്പിക്കുവാൻ ദൈവം എനിക്ക് തന്ന അവസരത്തിന് ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവളാണ്. അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ആൻഡ്രൂ സാറിനോട് എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട്. കാരണം സാറാണ് എന്നെ വിളിച്ച് EBTCയിൽ ഇങ്ങനെ ടീച്ചിങ്ങിന് ഒരു അവസരം തന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ഡയറക്ടർ ആൻഡ്രൂസ് വർഗീസ് സാറിനോടുള്ള നന്ദി ഞാൻ ഇത്തരണത്തില് ഓർപ്പിക്കുകയാണ്. ഈക്വൽ ടു ദാറ്റ്, അതിനോടൊപ്പം തന്നെ അബുസാറ്, ഷീന സിസ്റ്റർ, ആ കുടുംബം ഇങ്ങനെ ഒരു അവസരം നിങ്ങൾ എനിക്ക് തന്നതിന് വളരെ കൃതജ്ഞത ദൈവനാമത്തിൽ ആ വാത്സല്യ കുടുംബത്തോട് ഞാൻ അറിയിക്കുന്നു. അതിനോടൊപ്പം
എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട് പോൾ സാറിനോട്. കാരണം ഏതൊരു അവസരത്തിലും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ, സാറേ ഇന്ന് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ, ഓക്കെ ടീച്ചർ നോ പ്രോബ്ലം എന്ന് പറഞ്ഞ ആ ഒരു കംഫർട്ടിങ് വേർഡ് എപ്പോഴും എന്റെ കാതിലുണ്ട്. അത് ഞാൻ മറക്കത്തില്ല ആയുസിൽ ഒരിക്കലും. കാരണം അങ്ങനെയുള്ള ഇഷ്യൂസ് സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക്, ഒട്ടും നിവൃത്തിയില്ലാത്ത സമയങ്ങൾ. അന്നേരമെല്ലാം സാർ ഓക്കെ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് എന്നെ ഈ ശുശ്രൂഷയിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്ത പോൾ സാറിനോടുള്ള നന്ദി ഞാൻ ഇത്തരത്തിൽ ഓർപ്പിക്കുന്നു. അതിലുപരിയായിട്ട് തുടക്കത്തിൽ കുറെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നെങ്കിലും വിശ്വാസ പോർക്കളത്തിൽ ഇങ്ങനെയൊക്കെ ആട്ടോ, ആരംഭത്തിൽ എല്ലാരും ഇറങ്ങിത്തിരിക്കും, പക്ഷെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവരെ ചുരുക്കമായിരിക്കും. അപ്പൊ സഹിച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തില് ഈ സഹിച്ചിരുന്ന നിങ്ങളും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ടീച്ചിങ്സില് വന്നുപോയ അപാകതകളൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഐ തിങ്ക് ഐ ഡൺ മൈ ലെവൽ ബെസ്റ്റ്. എന്റെ കഴിവ് ഇത്രയൊക്കെ ഉള്ളൂ, പക്ഷെ അത് നിങ്ങൾക്ക് പ്രയോജനമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പ്രയോജനമായി തീരണം, അതാണ് എന്റെ പ്രാർത്ഥന. തീർച്ചയായിട്ടും വലിയ പാണ്ഡിത്യമുള്ള പഠിപ്പിക്കലൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും ആദ്യത്തെ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇല്യൂമിനേറ്റ് ചെയ്ത പല കാര്യങ്ങളും, അത് ടീച്ചിങ് എന്നുള്ള നിലയിലല്ല, സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ അതൊരു പക്ഷേ ചിലരുടെ എങ്കിലും മനസ്സിൽ അതുണ്ടാകും. അത് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ സഹകരണം, സ്നേഹം, പ്രാർത്ഥന എനിക്ക് ഒത്തിരി ബ്ലെസ്സിങ് ആയിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളോട് പ്രത്യേകം എന്റെ കൃതജ്ഞതയും കടപ്പാടും ഞാൻ ഈ അവസരം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, തുടർന്നും പ്രാർത്ഥിക്കും. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയുടെ കാര്യങ്ങളിൽ എന്നെയും വഹിക്കണം. മോന്റെ സ്റ്റഡീസിനെ ഓർക്കണം. മോനെ BSW അഡ്മിഷൻ കിട്ടി, വളരെ ദൂരം യാത്ര ചെയ്ത് വേണം പോയി പഠിക്കാൻ. പക്ഷെ ഒത്തിരി ബുദ്ധിമുട്ടിയെങ്കിലും അവസാന നിമിഷം അത്ഭുതകരമായി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്റെ പിൻപിൽ ഉണ്ടായിരുന്നു എനിക്കറിയാം. BSW അഡ്മിഷൻ കിട്ടി. അതൊരു വലിയ ഫേവറാണ്, ദൈവത്തിന്റെ ഒരു വലിയ കരുണയാണ്. കുഞ്ഞിന്റെ സ്റ്റഡീസിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ നവംബർ 9, 10 വരെ ആ സമയങ്ങൾ എനിക്ക് എക്സാം ഉണ്ട്, ഓർത്ത് പ്രാർത്ഥിക്കണം. സത്യസന്ധമായിട്ട് ഞാൻ ദൈവവചനം അടുക്കൽ വെച്ചുകൊണ്ട്, കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് പറയുക, ഇതുവരെ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. കാരണം അസൈൻമെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി 2-ാം തീയതി തുടങ്ങും, തിങ്കളാഴ്ച എക്സാം തുടങ്ങും. ഈ 3 ദിവസത്തിനുള്ളിൽ എന്ത് പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ദൈവവചനത്തിൽ ആശ്രയിക്കാൻ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിനും മതിയാകുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും അറിയുന്ന ദൈവം സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. ഇത്രത്തോളം നിങ്ങളെ ക്ഷമയോടെ 5 മിനിറ്റ് കൂടെ എന്നോട് 5 മിനിറ്റ് 10 മിനിറ്റോ 5 മിനിറ്റ് കൂടെ നിങ്ങൾ കേട്ടിരുന്നതിന് നന്ദി, ഒത്തിരി നന്ദി. ഗോഡ് ബ്ലെസ് യു ഓൾ. Okay, thank you, teacher. വെൽക്കം. Thank you, teacher. God bless you. Thank you. ടീച്ചർ. ഞങ്ങളുടെ എന്റെ ആത്മീയ ജീവിതത്തില് വലിയ പ്രചോദനമായിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിലെ പല ക്ലാസ്സുകളും ടീച്ചറോട് ഒറ്റയ്ക്ക് വിളിച്ചൊരു താങ്ക്സ് പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു ചെറിയ സഭാ ശുശ്രൂഷകനും കൂടിയാണ്. അപ്പോ അതിന്റെ നടുവിലുള്ള പ്രതിസന്ധിയുടെ നടുവില് പലപ്പോഴും പതറി നിന്ന സമയത്ത് ടീച്ചറുടെ ക്ലാസ്സിൽ കയറി വരുമ്പോൾ ഡബിൾ എനർജിയോട് കൂടെ അത് ഇങ്ങനെയൊക്കെ തന്നെ ശരി, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം, അങ്ങനെയുള്ള നല്ലൊരു എനർജി ഇതിലൂടെ ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. വളരെ ദൈവ കൃപയാൽ ടീച്ചർ എടുത്ത ക്ലാസ്സുകൾ എൻ്റെ ജീവിതത്തില് വലിയ അനുഗ്രഹമായിരുന്നു. ഒത്തിരി ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ടീച്ചറുടെ പ്രാർത്ഥനയും എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രവർത്തനത്തിലും ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. താങ്ക് യു പാസ്റ്റർ. എല്ലാ മഹത്വം ദൈവത്തിന്. ഓക്കെ. ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ? ഓക്കെ.